സെന്ററിന്റെ ചുമതല വഹിക്കുവാൻ നിയോഗിതനായ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുടുംബം അമരക്കാരനായി താനുള്ളപ്പോൾ തൻ്റെ കൂടെ നിന്ന് അത്യധ്വാനം ഈ പട്ടണത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ചെയ്യുന്ന കർത്തൃശ്രേഷ്ഠന്മാർ, സഹോദരിമാരുടെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസിമാർ വളരെ ഉത്സാഹത്തോടെ കർത്താവിനെ ഉയർത്തുവാൻ തന്നാൽ ആവോളം അറിയിച്ചതുപോലെ തന്നാൽ ആവോളം ചെയ്യുവാൻ ഹൃദയവിശാലതയുള്ള ആത്മഭാരമുള്ള സഹോദരിമാർ, കേരള സ്റ്റേറ്റിന്റെ ബോർഡ് മെമ്പറായി കർത്താവിൽ നിയുക്തയായ കർത്താവിന്റെ ദാസി, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണ് നിന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നിച്ചായിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അഭിഷിക്ത ഗണത്തെ ഓർത്ത് ഞാൻ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. സഹോദരിമാരുടെ മീറ്റിങ്ങിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ആരും സഹോദരിമാരെ എങ്ങനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയോ എൻകറേജ് ചെയ്യുകയോ ചെയ്യത്തില്ലാത്തൊരു കാലഘട്ടം ആണ് നേരത്തെ മുതലേ കണ്ടുവരുന്നത്. പക്ഷേ ഇത്രയും കൈത്താങ്ങൾ കൊടുത്ത് ഇത്രയും പേരെ സംഘടിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ബിക്കോസ് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാ സഹോദരിമാർ. അവരതെല്ലാം മാറ്റിവെച്ച് അപ്പൻ്റെ അടുക്കൽ ഓടി വരുവാൻ കാണിച്ച നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ഈ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ വന്നിട്ട് ഏതാണ്ട് 6.5 വർഷമാകുന്നതേ ഉള്ളൂ. 4.5 വർഷത്തോളം ഞാൻ കോഴഞ്ചേരിയിലാണ് താമസിച്ചത്. ഇപ്പോൾ ഞാൻ കുമ്പനാടിനടുത്ത് മുട്ടുമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾ പരസ്യവും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയും ട്രാക്ട് കൊടുക്കലും ഭവന സന്ദർശനം രോഗികളെ സന്ദർശിക്കലുമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എന്നോടുകൂടെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുവാൻ കൂടെ നിൽക്കുന്ന ഒരു സഹോദരി ഇവിടെ ഉണ്ട്. എടുത്തു പറയാതിരിക്കാൻ തരമില്ലാത്തതിനാൽ ഞാൻ ആ പേര് പറയുകയാണ്. പ്രിയ, നിങ്ങളെല്ലാവരും അറിയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മായ സിസ്റ്ററാണ്. മായമ്മ എൻ്റെ ഏറ്റവും അടുത്ത പ്രാർത്ഥന സഹകാരിയും ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങൾ തരുന്ന പ്രിയ തങ്കച്ചായനുണ്ട്, അമ്മാമ്മയുണ്ട്. എല്ലാവർക്കുമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ 1-2 സഭകളിലൊക്കെ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും അങ്ങനെ അറിയാൻ കഴിയില്ല. എൻ്റെ പേര് ആൻസി പൗലോസ് എന്നാണ്. ഏലപ്പാറയ്ക്ക് അപ്പുറത്ത് കെരുകുടിയ എന്ന് പറഞ്ഞൊരു തേയിലത്തോട്ടത്തിൽ തികഞ്ഞ മദ്യപാനിയും തികഞ്ഞ ആസ്മാരോഗിയുമായ മാതാപിതാക്കളുടെ 3 മക്കളിൽ മൂത്തവളായി ജനിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കൃപയാൽ 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 ഞങ്ങൾ 3 പേരും കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് ചുമല് കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ സമയം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അൺലിമിറ്റഡ്. പക്ഷെ നിങ്ങളെല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുമെന്ന് എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ സമയത്ത് നിർത്തിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അറിവ് ശരിയെങ്കിൽ 12:30 തോന്നുന്നു യോഗം നടത്തുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാത്രിയിലും ഇന്നലെ രാത്രിയിലും ഞാൻ നമുക്ക് സർവ്വഗുരുവായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ഉപവാസത്തോടെ ആയിരിക്കാൻ സ്വർഗം എന്നെ സഹായിച്ചു. എൻ്റെ ഉപവാസത്തിന്റെ 6ാമത്തെ പകലാണ്. പ്രാണപ്രിയന്റെ പാദപീഠത്തിൽ പൂർണ്ണമായ ഉപവാസത്തോടു കൂടി ആയിരിക്കുന്നു. കർത്താവ് ഇത്രത്തോളം ഐശ്വര്യമായിട്ട് നടത്തി. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലെല്ലാം കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിൽ ഇന്നലെ എറണാകുളത്തും മിനിഞ്ഞാന്നും അതിന്റെ തലേന്നൊക്കെ ചരൽക്കുന്നും ഒക്കെ ആയിരുന്നു. ഇന്നലെ വലിയൊരു മേജർ ആക്സിഡന്റ് ഉണ്ടാകേണ്ടതിനകത്തുനിന്ന് സ്വർഗത്തിൽ ദൈവം എന്നെ വിടുവിച്ചു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ അല്പം വരാൻ താമസിച്ചത്. എൻ്റെ വണ്ടിക്ക് അത്യാവശ്യം ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാകരുണ നമ്മുടെ മേൽ അളവില്ലാതെ സംരക്ഷണത്തിന്റെ കരം, കാണുന്ന കരം, ഉയർപ്പിക്കുന്ന കരം, പൊതിയുന്ന കരം, മറയ്ക്കുന്ന കരം, ഉള്ളംകരത്തിൽ വഹിക്കുന്ന കരം, ആ സ്നേഹത്തിന്റെ ആഴം എത്ര പേരുന്ന പകൽക്കാലം ആത്മാവിൽ അനുഭവിച്ചുകൊണ്ടാണ് ഇതിന്റെ നടുവിനായിരിക്കുന്നത് എനിക്കറിയത്തില്ല ദൈവദാസിമാരെ. പക്ഷെ നാം ഒന്നിച്ച് ദൈവത്തെ ആർപ്പിടാൻ തയ്യാറാകുമ്പോൾ അദൃശ്യമായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നത് പൺകൂടാരത്തിൽ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ നടുവിലായിരിക്കുന്നത് ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളിൽ ചേർത്തടിച്ച് അപ്പായോട് സ്തുതിച്ചേ, അപ്പായോട് സ്തുതിച്ചേ. ഓ പ്രവൃത്തി വലിയ ആലോചന വലിയ രണ്ടൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ ഉന്നതനായ Abe, 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 abe.
Narabilasamambele vigambele Vadibe 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 Abe Shube Abe Shube Hayde Labo 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 Vallaba Ribala Ribala Ribale Hele Shikabe Ranga Jala Jalam Jala Jalam Jala Shiba Ribe Mera Mera Bala Shikabe Ribala Vaidele Vaidele Vaisele Maliye Shamanam Binava Haduraba Reba Samari Bapale Velebale 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 Adagara Shikabara Jibanare Vadile Vahule Hoshbe Rojige Melab Sibale Vaiba Sibale Vaiba Sibale Habila Pakaba Habila Bilabe Gaura Bala 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 Shambala Bari Balabe Vele Rebe Vele Rebe Adige Adibe Rambele Sambele Dada Dada Dibale Velabe Ribale Balabe Ashei Bale Ashei Bale Ashei Bale Jagabari Bala Balabari Bala Belabe Videro 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 Vesei Bala Ashei Bale Jabaram Belaba Shabala Belaba Adara Bela Balam Bela Balam Bela Balam Bela Leya Be Leila Be Yase Bele Yase Bele Jibele Kambel Kimanam Biram Samaram Biram Belaba Jiba Balaba Jimba Belabe Sagodara Reba Reba Rebe Labe La Helabe La Helabe La Helabe Asai Bele Vaiba Bilaba Shambe Jabala Jibele Belabe Sabele Vade Lo 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 Jibe Bele Jibe Bele Jibe Bahe Dura Ballo Abige say Abige say Abige say Bagibe say Balaba Lembe Labalam Bele Vete Ya Saibale Vete Ya Saibale Shamara Bela Mala Shambara Lori be, Lori be, Lori be, Lori be, Lori be, Sandere കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ ശക്തിയുള്ളവരായിരിക്കണം. Hallelujah. നമ്മുടെ ശക്തിയുടെ സ്രോതസ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് അല്ല. നമ്മുടെ ശക്തിയുടെ സ്രോതസ് ഉയരത്തിലെ ശക്തിയാണ്. ആ ശക്തി പ്രാപിച്ച ഒരു വ്യക്തിയെ പോലും പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ ശക്തി എന്റെ മൺകൂടാരത്തിൽ ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ആ ശക്തിയുടെ സാന്നിധ്യം എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, ആ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ കരുതൽ എന്റെ മേൽ വെളിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ഹല്ലേലൂയ. മരണത്തിന്റെ കണികൾ ഓടി വരാഞ്ഞിട്ടല്ല കേട്ടോ, മരണപാശങ്ങൾ ചുറ്റാഞ്ഞിട്ടല്ല കേട്ടോ. 2023 ആ അവസാന ദിവസം മുതൽ ഇന്ന് വരെ കഥാദാസൻ പറഞ്ഞതുപോലെ ഓർക്ക്, വീടിന്റെ മുറ്റത്ത് നീലപ്പന്തൽ ഉയരാൻ നമുക്ക് വലിയ ക്വാളിറ്റി ഉണ്ടായിട്ടല്ല കേട്ടോ. നമ്മള് വലിയ ക്വാളിറ്റി ഉള്ളവരായിട്ടല്ല നമ്മുടെ വീടിന്റെ മുറ്റത്തും നീലപ്പടത കെട്ടി പന്തൽ ഉയരാഞ്ഞത്. കരുണയാ. പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം, ലോകം മുഴുവൻ നീ ഉയരത്തില്ലെന്ന് പറഞ്ഞപ്പം, ലോകം മുഴുവൻ നീ തിരിച്ച് ജീവിതത്തിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞപ്പം, അതിന്റെ നടുവിൽ നമ്മൾ കൺമണിയോ വേഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് സംസാരിക്കുവാൻ തന്ന വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11-12 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ? യേശുവിന്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കൽ ഒരുത്തൻ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. താങ്ക് യു സോ മച്ച്. എല്ലാവരും വചനം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായതും കഴിഞ്ഞ 2000-ത്തിലധികം വർഷങ്ങൾ പ്രസംഗിക്കപ്പെടുന്നതുമായ ഒരു വചനമാണ് ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ സ്വർഗം സഹായിച്ചത്. ദൈവം എന്നെ ഇത് രാവിലെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ പ്രാർത്ഥനാ മുട്ടിന്മേൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇന്ന് സംസാരിക്കുവാൻ തന്ന ദൂത്, അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: 1 മറിയ കണ്ടു, 2 ദൂതൻ നമ്മെ കണ്ടു, 3 യഹോവ കണ്ടു, 4 യേശു നമ്മളെ കണ്ടു. ഈ 4 കാര്യങ്ങൾ സവിസ്തരമായി വിസ്തരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ വേഗത്തിൽ
ദൈവനിയോഗത്തിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യേശുവിന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും വിവരിക്കുന്നില്ല. വായിച്ച വാക്യം ഇങ്ങനെയാണ്: എന്നാൽ മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കണ്ടത് യേശുവിന്റെ ശരീരം കിടന്നിരുന്നയിടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കൽ ഒരുത്തൻ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവർ 24-ാം അധ്യായത്തിന്റെ 1-2 വാക്യം, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ശബ്ദം കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചെന്നവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. ഈ 3 സ്ഥലത്ത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറിയ കണ്ടു, സഹോദരിമാർ കണ്ടു എന്നാ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ചോദിച്ചു, 2024 പ്രാരംഭം മുതൽ ഈ സമയം വരെ എത്ര പേര് യേശുവിനെ? എനിക്ക് കിട്ടിയ കൺഫർമേഷൻ ആയിരുന്നു ആ വാക്ക്. എനിക്ക് ഇന്നത്തെ മെസ്സേജിന് കിട്ടിയ കൺഫർമേഷൻ ആയിരുന്നു ആ വാക്ക്. നമ്മെ കാണുന്ന കർത്താവ് ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മെ തേടി വരുന്ന കർത്താവ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ആ കർത്താവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കർത്താവിനെ കണ്ടതുകൊണ്ട് രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് എന്ന് പറയാൻ നമുക്ക് അവകാശപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമ്മുടെ പ്രാണപ്രിയനെ കാണാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? അത് കഴിയണമെങ്കിൽ ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. അത് കഴിയണമെങ്കിൽ നിറഞ്ഞ സ്നേഹം ആവശ്യമാണ്. അത് കഴിയണമെങ്കിൽ ഉറക്കളക്കേണ്ട വരും. അത് കഴിയണമെങ്കിൽ അവനെ അനുഗമിക്കുവാനുള്ള നല്ല മനസ്സ് കാണിക്കേണ്ട വരും. ദൈവങ്ങളെ ഹൃദയത്തിനോട് ചേർത്ത് വലതുകരം വെച്ചൊന്ന് ചോദിച്ചു നോക്കിക്കേ, 2024 ഇന്ന് വൈകിയ സമയത്ത് വരെ, അല്ലെങ്കിൽ ഈ സമയം വരെ ഈ ആലയത്തിനകത്ത് നമ്മൾ വന്നിരുന്നത് നമ്മൾ കണ്ടത് കൊണ്ടാണോ അതോ അപ്പൻ നമ്മളെ കണ്ടത് കൊണ്ടാണോ? ഇന്ന് മുതൽ നടത്തിയ വിധങ്ങളെ ഓർത്ത്, കരുതിയ കരുതലുകളെ ഓർത്ത്, ഇവിടം വരെ കൊണ്ടുവന്നത് ഓർത്ത്, അപ്പ 2024 എനിക്ക് അങ്ങനെ കാണണം പറ്റിയില്ല, അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ വന്നില്ല, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അങ്ങനെയായിരുന്നു. എന്നാൽ 2025 അങ്ങനെയല്ല. പ്രാരംഭത്തിൽ തന്നെ എനിക്ക് അങ്ങേ ഒന്ന് കാണണം, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. അതിന് എന്ത് ചെയ്യണമോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ ഇന്ന് പകൽക്കാലം നാം തയ്യാറായാൽ നമ്മെ കാണുന്ന ഒരു കർത്താവുമുണ്ട്, നമ്മെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. ദൈവങ്ങളെ, ഈ അപ്പനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ലായിരുന്നു. 2018 ജൂലൈ മാസം 2-ാം തീയതി നോർത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു പ്ലാന്റ് ആക്സിഡന്റിൽ എന്റെ പ്രിയപ്പെട്ടവന്റെ തലയിൽ കൂടെ വണ്ടി കയറ്റി വിട്ട് സുവിശേഷത്തിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന ആളുകൾ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. 6.5 വർഷമായി ഞാനും എൻ്റെ മക്കളും ജീവിക്കുന്നു. സകലരും അന്യരായി പോയതുപോലെ, ആരും കരം പിടിക്കാൻ ഇല്ലാത്തതുപോലെ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇല്ലായിരുന്നു. അടക്കം കഴിഞ്ഞ് 2-ാമത്തെ രാത്രി ഞാൻ അപ്പയോട് പറഞ്ഞു, ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വചനം മുഴുവൻ പ്രവചനമാണ്. അഭിഷിക്തന്മാരിലൂടെ എന്നോട് പറയുന്ന ദൂതുകൾ പ്രവചനമാണ്. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് അന്ന് തന്നെ ഇറങ്ങിയത്. ഇന്ന് പകൽ വേദനയോടിരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം കേട്ടോ. കാണുന്ന അപ്പയുണ്ട്, കാണാൻ ആഗ്രഹിച്ചാൽ അടുത്ത് വരുന്ന അപ്പയുണ്ട്. ഉള്ളുരുകി 2 പെൺമക്കളെ എങ്ങനെ വളർത്തുമെന്ന് ഓർത്ത് ജോലി വിട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. 2014 18 പ്രിയപ്പെട്ടവൻ പോയി. സ്വന്തമെന്ന് പറയാനൊന്നുമില്ല. അപ്പൻ പറഞ്ഞ വാക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ പഠിക്കാൻ കൊണ്ട് ചേർത്തു. ആരുടെയും മുമ്പിൽ ഒന്നിനും ചെല്ലത്തില്ലെന്ന് കർത്താവുമായി ചില വാക്കുകൾ കമ്മിറ്റ്മെന്റഡ് ആയിട്ട് പറഞ്ഞു. ജോലി വിട്ടപ്പോൾ എനിക്ക് ആരുടെ അടുക്കൽ പോകുവാൻ കഴിയുമായിരുന്നില്ല. കാരണം ഇബ്താഗ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞുപോയി, എനിക്ക് മാറിക്കൂടാ. ആ പ്രതികൂലത്തിന്റെ നടുവിൽ തിരുവചനത്തിലെ വാക്യങ്ങൾ വായിച്ചാൽ ഹൃദയത്തിനകത്ത് ആശ്വാസം കിട്ടും ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ അപ്പൻ്റെ ആത്മാവിൽ എഴുതപ്പെട്ട വചനമാണ്.
പരിശുദ്ധാത്മ നിറവിൽ അഭിഷിക്തന്മാർ ദൂതുകൾ സംസാരിക്കും. അത് നമ്മുടെ ആശ്വാസം തരും, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അപ്പനെ കേൾക്കണം, ചില സാഹചര്യങ്ങളിൽ അപ്പനെ അറിയണം, ചില സന്ദർഭങ്ങളിൽ അപ്പനെ കാണണം മുന്നോട്ട് ജീവിക്കണമെങ്കിൽ. അങ്ങനെ ഒരു സന്ദർഭത്തിന്റെ നടുവിൽ വന്നപ്പോൾ അർദ്ധരാത്രിയിൽ കുഞ്ഞുങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ച് അലറിക്കരഞ്ഞ ഒരു അമ്മയാണ് ഞാൻ. അന്ന് എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങേ ഒന്ന് കണ്ടേ പറ്റത്തുള്ളൂ, എനിക്ക് അങ്ങയുടെ ശബ്ദം ഒന്ന് കേട്ടേ പറ്റത്തുള്ളൂ. ജോലി വിട്ട് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഈ ഭവനം എനിക്ക് അന്യമാകുകയാ. എൻ്റെ ഭർത്താവിന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ അപ്പൊ മുന്നോട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇന്ന് രാത്രി അങ്ങ് പറയണം. അങ്ങയുടെ ശബ്ദം എൻ്റെ കാതിൽ കേൾക്കണം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ എന്നെ കാണുന്നുണ്ടായിരുന്നു. നമ്മളെ കാണുന്നത് പോലെ, നിങ്ങളെ കാണുന്നത് പോലെ എൻ്റെ അപ്പൻ എന്നെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണണമായിരുന്നു. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ അപ്പൻ്റെ ശബ്ദവും അപ്പൻ്റെ വചനവും അപ്പൻ്റെ സ്വരവും എനിക്ക് കരുത്തു പകരുവാൻ എനിക്ക് അത് മാത്രമേ മുന്നിൽ പിടിവള്ളിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പനോട് ഞാൻ പറഞ്ഞു, ഏതോ ഒരു സമയത്ത്, അർദ്ധരാത്രിയോടെ ഏതോ ഒരു സമയത്ത് എൻ്റെ അടുക്കൽ വന്നൊരു മനുഷ്യൻ തൊടുന്നത് പോലെ എൻ്റെ തോളത്ത് ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമകത്തായ പ്രതിഫലവുമാ. ഇന്ന് രാത്രി ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കരത്തിൽ എൻ്റെ അപ്പൻ പിടിച്ചിട്ടുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നിൽക്കുന്നത്. ആ പിടുത്തമായി ഇന്ന് പകൽ എന്നെ നിങ്ങളുടെ നടുവിൽ കൊണ്ടെത്തിച്ചത്. ദൈവങ്ങളെ, കഴിഞ്ഞ കാലുകളിൽ എൻ്റെ പ്രാണപ്രിയനെ കാണാൻ ഹൃദയത്തിനകത്ത് ആഗ്രഹം വന്നിട്ടില്ലെങ്കിൽ, കേൾക്കാൻ ആഗ്രഹം വന്നിട്ടില്ലെങ്കിൽ, ഇതപ്പൻ പറയുന്നതാണെങ്കിൽ പോലും അപ്പന്റെ ആധാരത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുക്കൽ ഇറങ്ങി വരുവാൻ കരുത്തനായ ഒരു യേശുവുണ്ട്. ആ യേശുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ യേശുവിനെ കാണണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരുങ്ങണം. നമ്മെ തന്നെ ഒരുങ്ങിയാലേ യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. പത്തനംതിട്ട ജില്ല വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജില്ലയാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ നടുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കാനും അനേകരെ ഒരുക്കാനുമാണ്. നാം നമ്മെ തന്നെ ഒരുങ്ങുന്നവരാക്കി മറ്റുള്ളവരെ ഒരുക്കുന്നവരാക്കി മാറ്റണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നവർക്ക് വിശേഷ കൃപ വേണം. കാരണം ഈ ജില്ലയെ അടക്കി ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ സ്ട്രോങ് ആണ്. അപ്പൊ അതിന് നടുവിൽ താമസിക്കുന്നത് നമ്മൾ ഡബിൾ സ്ട്രോങ് ആയാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ എന്ന് പറയാമോ? എൻ്റെ അപ്പനെ സ്തുതിക്കാമോ? പറയണം, അപ്പ കഴിഞ്ഞ കാലങ്ങളിൽ പരാജയപ്പെടുത്തിയ മണ്ഡലങ്ങളെ നോക്കി നെടുവരിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനല്ല, വരും കാലങ്ങളിൽ ശക്തിയോടെ, ഡബിൾ സ്ട്രെങ്തോടെ, ഇരട്ടി പങ്കോടെ, ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നേറാനുള്ള തലേ ദിവസം തന്നെ യേശുവിനെ പൂശേണ്ടതിനല്ല, യേശുവിനെ കാണേണ്ടതിനുള്ളത് സകലതും ഒരുക്കിക്കൊണ്ടവരിരുന്നത്. ദൈവമക്കളെ, ഒരുക്കം അനിവാര്യമാകട്ടോ. ഉറക്കം അനിവാര്യമാന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുക്കം അനിവാര്യമാണ്. നമ്മളെല്ലാം ഉറക്കം അനിവാര്യമാണെന്ന് പറയുന്നവരാ. എന്നാൽ 2025 ആ ക്രൈറ്റീരിയ അങ്ങ് മാറട്ടെ. ഉറക്കം അല്ല അനിവാര്യം, ഒരുക്കം അനിവാര്യം. കർത്താവിന് സൗരഭ്യവാസനയുള്ള യാഗമായി നമ്മെ തന്നെ ഒന്ന് ഒരുക്കിയാൽ, ഇരിക്കുമ്പോ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ശരിയായി, ഇരിക്കുമ്പോ തന്നെ കരച്ചിൽ വരും. ഇവിടുന്ന് വരുന്നെന്നറിയത്തില്ല, കരയണമല്ലോ. അതാണല്ലോ ഒരു കൃപ. ആ കണ്ണിലോട്ട് കണ്ണുനീർ ഉറഞ്ഞു കൂടുമ്പം അപ്പൻ അടുത്ത് വരും. ഒരുങ്ങിയിരുന്നാൽ അപ്പൻ അടുത്ത് വരും, ഉറപ്പാ. ഇന്ന് പകൽ അങ്ങനെയുള്ള ഒരുക്കത്തിന് നമ്മെ തന്നെ പുതിയ നിർണയത്തോടെ, പുതിയ തീരുമാനത്തോടെ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ഹൃദയം കൊണ്ടത് തയ്യാറെടുത്തു കഴിഞ്ഞാൽ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ദൂത് പറയാം, 2024-ലേക്കാളുപരി, 2023-ലേക്കാളുപരി, ഈ ഡിസംബർ മാസത്തേക്കാളുപരി 2028-ൽ എന്റെ പ്രാണപ്രിയങ്ങളെ കരങ്ങളിലെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന നാളുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് Hallelujah.
മറിയ തന്നെത്താൻ ഒരുങ്ങി ആദ്യം. എന്നിട്ട് യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗം ഒരുക്കി. നമ്മുടെ സുഗന്ധ സൗരഭ്യം മണക്കുന്ന യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവമക്കളെ, സൗരഭ്യം, ദൈവത്തിന് സൗരഭ്യം ഉണ്ടാകുന്ന യാഗം അർപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ദൈവദാസന്മാരെ പേടിച്ചോ, കുടുംബത്തെ പേടിച്ചോ, മരിക്കുമ്പോൾ അടക്കാൻ സെമിട്രി വേണമെന്ന് ഓർത്തിട്ടൊന്നും അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. നാം ഹൃദയത്തിനകത്തുനിന്ന് ചിന്തിക്കണം, ഞാൻ എൻ്റെ മണവാളനെ കാണും, എനിക്ക് എൻ്റെ അപ്പനെ ആരാധിക്കണം, എനിക്ക് എൻ്റെ അപ്പനെ ഉയർത്തണം, എനിക്ക് എൻ്റെ അപ്പനെ വേണ്ടി ജീവിക്കണം, എനിക്ക് ആ നിത്യതയിൽ ചെന്ന് എത്തണം. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലാകുവാനല്ല, പ്രത്യാശ മേൽക്കുമേൽ വർദ്ധിക്കുന്നവരായി മാറുവാൻ നമ്മെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എന്തുവാ ഒരുങ്ങേണ്ടത്? എഫെസ്യ ലേഖനത്തിൽ കാണുന്നു, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. എനിക്കറിയാവുന്നൊരു ദേവദാസനുണ്ട്. ആ കർത്താവിന്റെ ദാസന്റെ സഭയിൽ ഒരാളേ ഉള്ളൂ, 20 വർഷമായിട്ട്. ആട് മോഷ്ടിക്കാൻ പോകാത്തോണ്ടാ കിട്ടാതെ കേട്ടോ, ഒരാളേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചാ എന്തു വെച്ചാ, ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ഈ ഒരാളെ എങ്കിലും സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഒത്തിരി പേരുടെ ഉത്തരവാദിത്തം ആയിരിക്കില്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരാളെ, എന്റെ ഹൃദയത്തിനകത്ത് എന്തോ വേദന വന്നെന്നറിയാമോ? ദൈവങ്ങളെ 30 വർഷം, 35 വർഷം, 40 വർഷം, 45 വർഷം ദൈവത്തെ സേവിച്ചു. ബന്ധക്കോസുകാരിയാണെന്ന് പറഞ്ഞ് ലോകം അറിയത്തക്ക രീതിയിൽ നമ്മൾ നടന്നിട്ട് കർത്താവിന്റെ വരവിന് എടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് വലതുകരം നെഞ്ചത്ത് വെച്ച് ഭയത്തോടെ ഒന്ന് ചിന്തിച്ചാൽ ഇന്ന് പകൽ ഏറ്റവും നന്നായിരിക്കും. എന്റെ അപ്പന്റെ വരവ് സമാഗതമായി, എന്റെ പ്രാണപ്രിയന്റെ കാഹളത്തിന്റെ ശബ്ദം കർണപുടങ്ങളിൽ പതിക്കാൻ സമയമായി. കണ്ണിമയ്ക്കുന്നതിനിടയിൽ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. അവനോടൊപ്പം പറന്നുയരണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ആവശ്യമാണ്. അവിടെ ഇവിടെയും അവരുടെ ഇവരുടെയും ഫോഴ്സ്ഫുള്ളി ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല കേട്ടോ. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം മനസ്സിലാക്കി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്, അപ്പ നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ അനേകരെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ കൃപ തന്നു. എന്നാൽ ഇവിടെ എന്റെ അവസാന ശ്വാസം വരെ അപ്പന് വേണ്ടി ഓടാനുള്ള കൃപ തരണം. അത് വേണം കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ. ആരാ പറഞ്ഞേ? പൗലോസ്. നമ്മൾ പറയോ കഷ്ടത വരട്ടെ, കഷ്ടത വരട്ടെ, ഞെരുക്കം വരട്ടെ, രോഗം വരട്ടെ, ഭാരം വരട്ടെ, പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും കൂട്ടായ്മയും എല്ലാം നമ്മൾ മാറ്റിവെക്കത്തില്ലയോ? എന്നാൽ ഇന്ന് പകൽ കണ്ണുനീരോടെ പറ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഉലകത്തിലെ ഒരു ശക്തിക്കും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഉലകത്തിലെ ഒരു ശക്തിക്കും എന്നെ വേർതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങ് മതി അപ്പാ, എനിക്ക് അങ്ങ് മതി, അങ്ങ് മതി എന്ന് പറയാൻ തന്റെ
പറയണം കേട്ടോ. എന്റെ സഹോദരനെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. എന്റെ സഹോദരനാണോ അറിയത്തില്ലെന്നതിലുള്ളതായിരിക്കും, പക്ഷെ എന്റെ സഹോദരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേര് പറഞ്ഞ. പക്ഷെ ഞാൻ പറയില്ല. എന്റെ സഹോദരനും എന്റെ സഹോദരിയൊക്കെ കർത്താവിന്റെ പേരിൽ ഒത്തിരി അത്യധ്വാനം ചെയ്യുന്നതാണ്. അത്യധ്വാനം ചെയ്യുന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയോ? എന്റെ അമ്മമാരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ അമ്മയുടെ കണ്ണുനീർ. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളെ ചൊല്ലി പറയണം, എന്റെ അമ്മ എനിക്ക് വേണ്ടി കരഞ്ഞത് കൊണ്ടാ എനിക്ക് ഈ അപ്പനെ അറിയാൻ പറ്റിയത്. എന്റെ അമ്മ എന്നെ ഒരുക്കിയത് കൊണ്ടാ എനിക്ക് ഈ അപ്പനെ പിന്തുടരാൻ പറ്റിയത്. വലതുകരം നെഞ്ചത്ത് വെച്ച് പ്രാഗൽഭ്യത്തോടെ തലമുറകൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരെ നോക്കി ഞാൻ പറയാം, നീ കരയാൻ തീരുമാനിച്ചാൽ, നീ ഒരുങ്ങാൻ തീരുമാനിച്ചാൽ നിന്റെ തലമുറ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. എത്ര പ്രതികൂലം വന്നോട്ടെ, എത്ര പ്രതിസന്ധി വന്നോട്ടെ, എത്ര വേദന വന്നോട്ടെ, എത്ര ഞെരുക്കം വന്നോട്ടെ, എത്ര കീറി മുറിക്കുന്ന സാഹചര്യം വന്നോട്ടെ, ഒരിക്കലും ഉയരാൻ പറ്റത്തില്ലാത്ത വിധം ശത്രുവിന്റെ മുഖത്തിന്റെ മേൽ മുഖം വെച്ചതിനെ ദണ്ഡിപ്പിച്ചോട്ടെ, നീ പറയണം, ഞാൻ എന്റെ അപ്പനെ വിടില്ല. എനിക്കൊന്നുമില്ലെങ്കിലും അപ്പൻ മതി, എനിക്കൊന്നുമില്ലെങ്കിലും നിത്യത മതി. ദൈവങ്ങളെ പറയണമെങ്കിലുണ്ടല്ലോ, അപ്പനോട് ആഴത്തിലൊരു സ്നേഹം. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നയാള് എപ്പോഴും നമ്മുടെ അടുക്കൽ ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നമ്മളോട് സംസാരിക്കണം, നമ്മുടെ ശബ്ദവും കേൾക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലേ? എത്ര പേരുടെ ഹൃദയത്തിലുണ്ട്, എൻ്റെ പപ്പാച്ചി എൻ്റെ അടുത്ത് നിന്ന് മാറരുത്? ഞാൻ ഒത്തിരി വേദനയോടെ, അതിലുപരി സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, അങ്ങയുടെ സാന്നിധ്യത്തിനകത്ത് നിന്ന് ഒരു സെക്കൻഡ് പോലും മാറിപ്പോകാൻ എന്നെ അനുവദിക്കരുത്. ലോകം എന്നെ എന്ത് പറഞ്ഞോട്ടെ, പ്രതിസന്ധികൾ എത്ര തന്നെ വർദ്ധിച്ചോട്ടെ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ എത്ര തന്നെ ആഞ്ഞടിച്ചോട്ടെ, ദുഃഖവും ഏകാന്തതയും ജീവിതത്തിൽ എത്രത്തോളം വർദ്ധിച്ചാലും അപ്പാ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് അണുവിട ചലിച്ചു മാറുവാൻ എന്നെ അനുവദിക്കരുതെന്ന് ആവോളം പ്രാർത്ഥിക്കുന്നയാളാണ് ഞാൻ. ഇന്ന് മകൻ എത്ര പേര് കൊതിക്കും, അപ്പാ അങ്ങയുടെ സാന്നിധ്യത്തിന് നകന്നു പോകാൻ എന്നെ അനുവദിക്കരുത്. ഞാൻ അതിനു വേണ്ടിയാ ഒരുങ്ങുന്നത്, ഞാൻ എന്നെ തന്നെ ഒരുങ്ങുന്നത് അങ്ങയുടെ സാന്നിധ്യത്തിന് അകത്തിരിക്കുവാനാണെന്ന് പറയാം. ഒരു വീട് നിറച്ചും പുകയുണ്ടാക്കിയിട്ട്, ഒരു വീട് നിറച്ചും വേസ്റ്റ് വാരി കൂട്ടിയിട്ട്, അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? കുറ്റപ്പെടുത്തുവല്ല കേട്ടോ, ഉണരാൻ പറയുക. ദൈവങ്ങളെ, കളയേണ്ടതിനെയൊക്കെ കളയണം, വേണ്ടെന്ന് വെക്കേണ്ടതിനെല്ലാം വേണ്ടെന്ന് വെക്കണം, പുറകോട്ട് വലിക്കുന്നതിനെല്ലാം എറിഞ്ഞു കളയണം. ആഗ്രഹിക്കണം, അതിവിശുദ്ധനായ അപ്പൻ എന്റെ മൺകൂടാരത്തിൽ വസിക്കാൻ എന്റെ മന്ദിരം വിശുദ്ധിയുള്ളതായിരിക്കണം. എന്റെ അപ്പൻ വിശുദ്ധനാകയാൽ ഞാനും വിശുദ്ധനായിരിക്കണം. അതുകൊണ്ട് എന്നെ തന്നെ ഒരുക്കിയാൽ അപ്പനെ കാണാൻ പറ്റും. മറിയ തന്നെ തന്നെ ഒരുക്കി, അപ്പന്റെ ശരീരത്തിൽ പൂശാനുള്ള സുഗന്ധവർഗവും ഒരുക്കി. ഗുണം, 3 പേര് ചേർന്ന കല്ലറയ്ക്ക് ചെന്നത്. പറഞ്ഞോണ്ട് പോയി നമുക്ക് വേണ്ടി ആര്? പക്ഷേ പറഞ്ഞോണ്ട് പോയ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് തിരിച്ചുപോയി. ഒരുങ്ങിപ്പോയവള് തിരിച്ചു വന്നില്ല. അവള് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ പക്ഷെ കണ്ടിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ പൊക്കോ, ഞാൻ കണ്ടിട്ടേ വരത്തുള്ളൂ. ഹൃദയത്തിൽ അപ്പനോടുള്ള സ്നേഹം വർദ്ധിക്കണം കേട്ടോ. വാക്കുകൾ കൊണ്ട് ആരാധനാലയത്തിൽ വരുമ്പോൾ മാത്രമല്ല സ്നേഹം, വിട്ടുമാറാത്ത അൺകണ്ടീഷണൽ ലവ് എന്റെ കർത്താവുമായുള്ള ബന്ധത്തിൽ വേണം. അപ്പനോട് പറയരുത്, എന്റെ മക്കൾക്ക് ഇന്നത് തന്നാലേ ഞാൻ ഉപവസിക്കത്തുള്ളൂ, എന്റെ മക്കൾക്ക് ഇന്നത് തരണം. അതല്ല, ഇന്ന് മുതൽ പ്രാർത്ഥനയുടെ ലെവൽ മാറണം. പ്രാർത്ഥിക്കണം, ഈ ലോകത്തിൽ
ഒന്നും തന്നില്ലെങ്കിലും എന്റെ പപ്പയുടെ സാന്നിധ്യം എനിക്ക് വേണം. ഈ ലോകത്തിലൊന്നും എനിക്ക് നേടാൻ പറ്റിയില്ലെങ്കിലും അപ്പായുടെ സാന്നിധ്യത്തിൽ നിന്ന് അകലുവാൻ എന്നെ ഇടയാക്കരുതെന്ന് പറയണം. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നോളും. പ്രിയമുള്ളവരെ, 2 സഹോദരിമാർ നിരാശരായി. അപ്പനെ കാണാൻ പറ്റത്തില്ല, അവൻ ഇവിടെ ഇല്ല, ആന്റെ കല്ല് മാറ്റിയിട്ടുണ്ട്, പക്ഷെ അവൻ താളില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയപ്പോ ഒരുങ്ങി വന്നവൾ പറഞ്ഞു, എന്റെ അപ്പനെ എവിടെ വെച്ചതെന്നൊന്ന് പറയാമോ? എന്റെ പ്രാണപ്രിയനെ വെച്ചത് എവിടാന്നൊന്ന് പറയാമോ? ഞാൻ അവനെ എടുത്തോണ്ട് പോയിക്കൊള്ളാമെന്ന്. ഇന്ന് പകൽ എടുത്തോണ്ട് വേണം ഇവിടുന്ന് പോകാൻ. അപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പനെ അകത്തളത്തിൽ കയറ്റിക്കൊണ്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ചില പുതിയ തീരുമാനങ്ങളോട് വേണം ഇന്ന് പകൽക്കാലം പോകാൻ. കണ്ണുനീരോടെ അപ്പനെ കാണാനും അപ്പനെ കൊണ്ടുപോകാനും ദൈവദാസിമാരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കും. അത് 100% ഉറപ്പാണ്. ഞങ്ങളുടെ ബാല്യത്തിൽ ഞങ്ങൾ കടുത്ത കഷ്ടതയിലൂടെ കടന്നു വന്നതാ. കടുത്ത കഷ്ടതയിലൂടെ വിവാഹം കഴിപ്പിച്ചയച്ച ഭവനത്തിലും ഒട്ടും മോശമായിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവന്റെ വേർപാട് കഴിഞ്ഞപ്പോൾ അതിലേറെ കഷ്ടത. 19 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കൾ വാടകയ്ക്കാ താമസിക്കുന്നത്. സഹായിക്കാൻ ആരുമില്ല. ചോദിച്ചാൽ പൊന്നുപോലെ സഹായിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷെ 2014 കൊച്ചി ലക്ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ സ്റ്റാഫ് നഴ്സായിട്ട് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, 3 കാര്യങ്ങൾ. 5 രൂപയ്ക്കോ, 1 ഗ്ലാസ് വെള്ളത്തിനോ, 1 അന്തി ഉറങ്ങാനോ. അങ്ങനെയല്ലാതെ ഞാൻ ആരെയും ആശ്രയിക്കത്തില്ല. കാരണം ഞാനിനി ലോക ഗവൺമെന്റിന്റെ സെർവൻ്റ് അല്ല, ഞാനിനി അങ്ങയുടെ സെർവൻ്റാണ്. ദൈവമക്കളെ, കഷ്ടതയുടെ കൈപ്പുനീരിൽ കൂടെ കടന്നുപോയ നിരവധി അനുഭവങ്ങൾ. കുളത്തിന്റെ കരയിലും വേലിപ്പടർപ്പിലും വഴിസൈഡിലും വളരുന്ന മുഴുവൻ ഇലകളും പറിച്ച് വഴറ്റി മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമിട്ട് വഴറ്റി 19 വയസ്സ് പ്രായമുള്ള എൻ്റെ മക്കളുടെ വയറ് നിറയ്ക്കാൻ കൊതിച്ച ഒരമ്മയാ ഞാൻ. എന്നാൽ അത്രമാത്രം കഠിന ശോധന വന്നപ്പോഴും ഞാൻ എപ്പോഴും പൊട്ടിയെപ്പോലെ ചിന്തിക്കുന്ന ഒരു വചനമുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ ഏറ്റവും ആശ്വസിപ്പിച്ചത്, ഒരുപക്ഷെങ്കിൽ പൊട്ടി എന്ന് നിങ്ങളും പറയുമായിരിക്കാം, ഇതെന്റെ അപ്പനായിട്ട് ഞാൻ കണക്കാക്കും. ഇതെന്റെ അപ്പനായിട്ട് കണക്കാക്കിയിട്ട് ഇതിലോട്ട് തല വെച്ച് കരയും. എൻ്റെ അപ്പനോട് ഞാൻ പറയും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വിശന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പച്ചവെള്ളം പോലും പ്രാർത്ഥിച്ച് കൊടുത്ത് വയറ് നിറപ്പിച്ച് കിടത്തി ഉറക്കിയത് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പല്ല കേട്ടോ, 2018 ശേഷമാ. ദൈവമക്കളെ, ആ സമയത്ത് എന്നെ പിടിച്ചു നിർത്തിയത് ഈ ദൈവത്തിന്റെ സാന്നിധ്യമാണെന്നുള്ള കാര്യം ഏത് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ എന്നെ തന്റെ ഇടമുള്ളവളാക്കി മാറ്റിയെങ്കിൽ നമുക്കൊന്ന് ഒരുങ്ങാം. ഏത് പ്രതിസന്ധിയിലും അപ്പ മതി എന്ന് തീരുമാനിച്ചാൽ മതി. ഏത് പ്രതിസന്ധിയിലും അപ്പനെ കാണണമെന്ന് തീരുമാനിച്ചാൽ മതി. ഏത് വേദനയുടെ നടുവിലും എനിക്ക് അപ്പൻ മതി എന്ന് തീരുമാനിച്ചാൽ പ്രതിസന്ധികളെ നാം പോലും അറിയാതെ ഓവർകം ചെയ്യാനുള്ള വിശേഷ കൃപ നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നല്ലോ. നമ്മളെ മറ്റൊരു തലത്തിലേക്ക് എടുത്തു നയിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ ആഴമാണ് എന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. മറിയയുടെ മനസ്സ് നിറച്ചു എൻ്റെ അപ്പനോടുള്ള സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന്റെ നിറവിൽ അവൾ യജമാനൻ എന്ന് കരുതി, തോട്ടക്കാരൻ എന്ന് കരുതി അവനോട് പറയുക, യജമാനനെ, എൻ്റെ കർത്താവിനെ എവിടെ വെച്ചു എന്ന് പറയാമോ? ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. 33 തിരുവയസ്സുള്ള നല്ലൊരു യൗവനക്കാരനെ ചുമന്നുകൊണ്ട് പോകാമെന്ന് പറയണമെങ്കിൽ അവളുടെ അകത്ത് വ്യാപരിച്ച തൻ്റെ ഇടമൊന്ന് ഓർത്തു നോക്കൂ. അവളുടെ അകത്ത് വ്യാപരിച്ച സ്നേഹത്തിന്റെ ആഴമൊന്ന് ഓർത്തു നോക്കൂ. പ്രതിസന്ധികളെ കണ്ട്, പ്രതികൂലത്തെ കണ്ട് പതറിപ്പോകുന്ന ദൈവദാസിമാരെ, പ്രതികൂലത്തിന്റെ നടുവിൽ പതറിപ്പോകുന്ന ദൈവമക്കളെ, എന്ത് പകൽക്കാലം ഞാനൊരു ദൂത് കൈമാറാം. അപ്പന്റെ സ്നേഹത്തിൽ കൊണ്ട് നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണോ? ഒരു പ്രതിസന്ധിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അപ്പന്റെ സ്നേഹം കൊണ്ട് നിന്റെ ഹൃദയം മുഴുവനും, നിന്റെ മുഴുവൻ, നിന്റെ അകത്തുള്ള മുഴുവനും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രതിസന്ധികളെ ചാടിക്കിടക്കുവാനുള്ള കൃപ എന്റെ പ്രാണപ്രിയൻ അളവില്ലാതെ പകർന്നുകൊണ്ട് ഈ ഊർജ്ജപരിപൂർണ്ണയെ നമ്മെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം എന്ന് പറയുവാൻ അവൾ കണ്ടു കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതും ദൂതൻ അതിന്മേലിരിക്കുന്നതും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, അവിടെ 2 ദൂതന്മാർ
ഒരുത്തൻ കാൽക്കലും ഒരുത്തൻ തലയ്ക്കലും ഇരിക്കുന്നത് കണ്ടു. അപ്പായെ കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഒരുക്കം. രണ്ട്, അപ്പായെ കാണണമെങ്കിൽ ഹൃദയം നിറഞ്ഞ സ്നേഹം വേണം. ഇല്ലെങ്കിൽ കൂടെ വന്ന് രണ്ട് സഹോദരിമാർ മടങ്ങിപ്പോയതുപോലെ നിരാശരായി മടങ്ങി പോകേണ്ടി വരും. സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ആരൊക്കെ പോയാലും ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നവളോട് അപ്പം പറഞ്ഞു, മറിയേ, നീ കരയുന്നത് ഇന്ന് പകൽ ഒരുങ്ങിയാണോ വന്നേ? എൻ്റെ അപ്പനെ കാണണമെന്ന് പറഞ്ഞ് ഒരുങ്ങിയാണോ വന്നേ? ഇന്ന് പകൽ അപ്പനെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ? അങ്ങനെയെങ്കിൽ അപ്പനെ കണ്ടു മടങ്ങുവാൻ ഇന്ന് പകൽ ദൈവം നമ്മെ സഹായിക്കും. കണ്ടു മടങ്ങുക മാത്രമല്ല, കണ്ണുനീരവൻ തുടച്ചിട്ട് പറയും, നീ അന്വേഷിച്ച ആള് ഞാനാ, നീ എന്നെ ആദ്യം കാണാൻ. ഉയർത്തെഴുന്നേറ്റത് ആദ്യം പ്രത്യക്ഷനായത് മറിയയ്ക്കാണെന്ന് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവദാസിമാരെ, ഒരുങ്ങിയാണ് വന്നതെങ്കിൽ കണ്ണുനീരോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, അകത്തളം നിറച്ചും ആത്മാവിൽ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയാണെങ്കിൽ, നീ കാണുവാൻ ആഗ്രഹിച്ച ആളിനെ കാണും. നിന്റെ കണ്ണുനീരിന് തുടയ്ക്കപ്പെടും. നിന്റെ വിഷയത്തിന് പരിഹാരം തരും. നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന് മറുപടിയുമായി വേണം എന്ന് പകൽക്കാലം അവിടുന്ന് മടങ്ങി പോകുവാൻ. ഒരുക്കം വേണം കേട്ടോ, ഒരുക്കം വേണം. അപ്പനെ കാണാൻ ഒരുക്കം, അതിലുപരി അപ്പനോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ എൻ്റെ അപ്പൻ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാനും എൻ്റെ തലമുറകളും ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. പക്ഷെ താതന്റെ സ്നേഹം നിങ്ങൾക്ക് അറിയത്തില്ല, അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. 3 മേജർ അറ്റാക്ക് വന്ന്, 3ാമത്തെ അറ്റാക്ക് വന്ന് എറണാകുളം മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കുമ്പോൾ മരിച്ചു പോകും, വേറെ രക്ഷയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി തള്ളിക്കളഞ്ഞപ്പോൾ വെന്റിലേറ്റർ കണക്ട് ചെയ്യാൻ അനസ്തെറ്റിക്സിനെ വെയിറ്റ് ചെയ്തിരുന്ന നേരത്ത് ഏവിനോയിഡിന്റെ ഭാഗത്ത് 5ലധികം ബ്ലോക്കുള്ള എൻ്റെ ശരീരത്തിൽ എൻ്റെ നാഥന്റെ സാന്നിധ്യം ഒന്ന് ഇറങ്ങിയതാ. അതിനു മുമ്പ് വന്ന 2 അറ്റാക്കിൽ അവർ എനിക്ക് ഡീഫിബ്രിലേറ്റ് ചെയ്ത് ഷോക്ക് തന്നത് കൊണ്ട് എൻ്റെ കയ്യിലെ ഞരമ്പുകളെല്ലാം ചുരുങ്ങിപ്പോയി. കൈകാലുകളിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുന്ന ഞരമ്പുകളൊന്നും എൻ്റെ ശരീരത്തിലില്ല. അനസ്തെറ്റിക്സ് വന്ന് സെൻട്രൽ ലൈൻ ഇട്ട് എനിക്ക് വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞ് അനസ്തെറ്റിക്സിനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ, ജീവിക്കുന്നെങ്കിൽ പൂർണ്ണ സൗഖ്യത്തോടെ, അങ്ങേ ഉയർത്തണമെങ്കിൽ പൂർണ്ണ സൗഖ്യത്തോടെ, ഇല്ല എങ്കിൽ ഈ കിടക്ക് വിട്ട് ഒരിക്കലും എഴുന്നേൽക്കുവാൻ എന്നെ അനുവദിക്കരുതെന്ന് കണ്ണുനീരോടെ ചില സെന്റൻസുകൾ പറഞ്ഞതേ ഉള്ളൂ. അതിഭയങ്കരമായ ഒരു വേദന എനിക്ക് വന്നു. ഞാൻ ബെഡിൽ നിന്ന് പൊങ്ങി, എല്ലാവരും ചേർന്ന് എന്നെ ബെഡിൽ അമർത്തിക്കിടത്തി. ദൈവങ്ങളെ, അടുത്ത മൂവ്മെന്റിൽ അതുവരെ ചെയ്ത സകല റിപ്പോർട്ടുകളെയും, അതുവരെ ചെയ്ത സകല ഇൻവെസ്റ്റിഗേഷനുകളെയും, അതുവരെ മോണിറ്ററിലൂടെ ഓടിക്കൊണ്ടിരുന്ന സകല വ്യവസ്ഥകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് എന്റെ ഹാർട്ടിന്റെ ഏവിനോടിന്റെ ഭാഗത്ത് 5ലധികം ബ്ലോക്ക് സൗഖ്യമാക്കി എന്നെ ഇന്നും ആരോഗ്യമുള്ളവളായി വിത്തൗട്ട് എനി മെഡിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പന്റെ സ്നേഹത്തിൽ അകറ്റാൻ ആർക്കും കഴിയത്തില്ലെന്ന് വെല്ലുവിളിക്കാമോ? അപ്പന്റെ സ്നേഹത്തിൽ ആർക്കും അകറ്റാൻ പറ്റത്തില്ലെന്ന് പ്രാഗൽഭ്യത്തോടെ പറയാമോ? നിങ്ങളെ അകറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഉറപ്പുള്ളവരായിരിക്കണം കേട്ടോ, ധൈര്യമുള്ളവരായിരിക്കണം കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ഈ മൺകൂടാരത്തിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കരുത് കേട്ടോ. വരട്ടെന്ന് ഈ പുഴു തിന്നാനുള്ളതല്ലയോ? ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. ആർക്ക് തിന്നാനുള്ള മിണ്ടുന്നില്ലല്ലോ. കുട്ടിയൊക്കെ അടിച്ച് അടിപൊളി സെറ്റപ്പായിട്ട് വന്ന ഫേഷ്യലൊക്കെ ചെയ്ത്, പക്ഷേ വന്നപ്പോ പറയാ പുഴു തിന്നാനുള്ളതാണെന്ന്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം അതാ, പുഴു മെത്തയും കൃമി പുതപ്പും നിത്യതയിൽ കയറാത്ത എല്ലാവർക്കും അവകാശപ്പെട്ട സാധനമാ. അതിനുവേണ്ടി ഇതിനെ പുട്ടിയടിപ്പിച്ചോ, ഇതിനെ മോടി പിടിപ്പിച്ചോ, ഈ ശരീരത്തിൽ രോഗമെന്നും പറഞ്ഞ് എന്റെ അപ്പനെ തള്ളിക്കളയരുത്. ഇതിനകത്തൊരെണ്ണമുണ്ട്, അത് മേൽക്കുമേ ശക്തി പ്രാപിക്കണം. ഇതിനകത്തൊരെണ്ണമുണ്ട്, അതാണ് പറന്നുയരേണ്ടത്. ഇതിനകത്തൊരെണ്ണമുണ്ട്, അതാണ് ഈ കാലഘട്ടത്തിൽ ഒരുങ്ങേണ്ടത്. കാലഘട്ടത്തിന്റെ ശബ്ദം കേൾക്കുകയാൽ നമുക്ക് ഓടിക്കാം. ഹല്ലേലൂയ. ആമേൻ. Glory be to God. Ambe, 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 ambe. Mile, amse. Jabalari banam berebe, rabala subere.
ഹല്ലേലൂയ. ഒരുങ്ങിയവൾ യേശുവിനെ കണ്ടു. ഓടിച്ചെന്ന ശിഷ്യന്മാരോട് പറഞ്ഞു യേശു അവിടെ ഇല്ലെന്ന്. പത്രോസും മറ്റേ ശിഷ്യനും ഓടി കല്ലറയ്ക്ക് വന്നു. അവര് വന്നത് എന്തിനാ? യേശു ഇല്ലെന്നുള്ള വാക്ക് സ്ഥിരീകരിക്കാനാണ്. യേശുവിനെ കാണാനാണോ വന്നേ? അല്ല, ഇവൾ പറഞ്ഞത് സത്യമാണെന്ന് അറിയാനാ വന്നേ. അവർ വന്നു, കല്ലറ കാര്യമായിട്ട് കിടക്കുന്നത് കണ്ടു, കണ്ട കാര്യം സ്ഥിരീകരിച്ചു, അവർ മടങ്ങിപ്പോയി. പക്ഷെ കാത്തിരുന്നവൾ, ഒരുങ്ങിയിരുന്നവൾ, സ്നേഹത്തിന്റെ നിറകുടമായ അപ്പനെ തന്ന എടുത്തോണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞവൾ എല്ലാവരും മടങ്ങിപ്പോകാതെ അവിടെ എല്ലാവരും മടങ്ങിപ്പോകാതെ നിന്നപ്പോ അവൾ അപ്പനെ കണ്ടിട്ടാ പോയെ. അവൾ അപ്പനെ കണ്ടിട്ടാ പോയെ. കാണുക മാത്രമല്ല നിയോഗം പ്രാപിച്ചോണ്ടാ പോയെ. എഴുന്നേറ്റതിന് ശേഷം കർത്താവ് ആദ്യം നിയോഗം കൈമാറിയെന്ന് അറിയിക്കാം. മനസ്സിലാകുന്നുണ്ടോ സഹോദരിമാരെ? മനസ്സിലാക്കുന്നുണ്ടോ? കണ്ണുനീരോടെ ദൈവസ്ഥലത്തിൽ വന്നിരുന്നാൽ എന്നെ വെറുങ്കയോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. ആരും ഒഴുക്കാത്ത കണ്ണുനീർ നീ ഒഴുക്കുന്നുണ്ടെങ്കിൽ, ആരും അനുഭവിക്കാത്ത പ്രതിസന്ധി നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും കടന്നു പോകാത്ത വഴികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ആരും കാണാത്ത മഹത്വം നീ പ്രാപിക്കും. ആരും ഏറ്റെടുക്കാത്ത നിയോഗം നിനക്ക് ദൈവം തരും. അതുപോലെ ആർക്കും കൊടുക്കാത്തതില്ല നിയോഗത്തിന്റെ കൈമാറ്റം. പരിശുദ്ധനെ മറിയ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഒരുക്കത്തോടെ വന്നു. അവൾ വന്നതിന്റെ മറുപടി പ്രാപിച്ചു. വന്നത് കാണാൻ ഡെഡ് ബോഡിയിൽ സുഗന്ധവർഗം ഇടാനാ വന്നേ, അല്ലേ? അന്ന് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ അപ്പയുടെ ശരീരത്തിൽ സുഗന്ധവർഗം ഇടാൻ അവർക്ക് പറ്റിയില്ല, യഹൂദ മതങ്ങളുടെ ആചാരം അനുസരിച്ച്. പക്ഷെ പിറ്റേ ദിവസം ശബത്ത്, ഡെഡ് ബോഡിയിൽ സുഗന്ധവർഗം ഇടാൻ വന്നവൾ ജീവനുള്ളവനെ കണ്ട് നിയോഗം ഏറ്റെടുത്തോണ്ട് പോയി. നീ പ്രാർത്ഥിച്ച് മടുത്ത് ഡെഡായി കിടക്കുന്ന ചില വിഷയത്തിന് മറുപടി പ്രാപിക്കാനാണ് ഇന്ന് പകൽ വന്നതെങ്കിൽ അത് ജീവനുള്ളതായി നിന്റെ കരുത്തിൽ തന്ന് മടക്കി വയ്ക്കാൻ പര്യാപ്തനായി എന്റെ പ്രാണപ്രിയന്റെ മഹത്വം ഇന്ന് പകൽ ആദരിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാ പറയുന്നത്. ആളുകളെ നീ പ്രാർത്ഥിച്ച് ഡെഡായി കിടക്കുന്ന ചില വിഷയമുണ്ടല്ലോ, കിട്ടത്തില്ലെന്ന് ലോകം പറഞ്ഞത്, നരകത്തിന്റെ വൈശാഖിക മണ്ഡലം വെല്ലുവിളിച്ചത്, ഒരിക്കലും സാധിക്കണമെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞത്, പക്ഷെ ഡെഡായി കിടക്കുന്നത് കൊണ്ടാണ് നീ ഇതിനകത്ത് വന്നതെങ്കിൽ നീ പോകുന്നത് ജീവനുള്ളത് കയ്യിലെത്തിക്കൊണ്ടായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇത് പറയുന്നത് സംഭവിക്കട്ടെ. നാളുകളായി പ്രാർത്ഥിച്ച് ഡെഡായി കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ വന്നതെങ്കിൽ ഇന്ന് അതിനൊരു ജീവൻ കർത്താവ് തരും. നീ ഒന്ന് തയ്യാറായാ മതി. അപ്പനോട് പറ, 2024 പോലെ എനിക്ക് ജീവിക്കേണ്ട കർത്താവേ, 2024 പോലത്തെ ആത്മീയ ജീവിതമല്ല എനിക്ക് വേണ്ടത്. 2025 ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ അപ്പനെ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം എന്റെ കാലിന് ചെറിപ്പാക്കിക്കൊണ്ട് ഒരു തീക്കൊള്ളിയെ പോലെ അതിനു വേണ്ടി അത്യധ്വാനം ചെയ്യുക. ഇതിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു വേണം ദേവദാസിമാർ പുറത്തു. ഹല്ലേലൂയ. സാഹചര്യം പറഞ്ഞ് ഒഴിവ് പറയരുത്. നേരെ വെളുക്കുന്നതേ ഉള്ളൂ, ഇരുട്ട, കല്ലാര് മാറ്റും, കൂടെ വരാൻ ആരുമില്ല, റോമൻ പടയാളികൾ കാവൽ നിൽപ്പുണ്ട്, അവരുടെ ഇമ്പീരിയൽ മുദ്ര മുഖാമുഖത്ത് വെച്ചിരിക്കുന്ന പാറയുടെ മുകളിൽ വച്ചിട്ടുണ്ട്. പക്ഷെ സുഗന്ധവർഗം ഞാൻ ഇടും.
എല്ലാം മനസ്സിലാകുന്നുണ്ടോ? എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ഒരു ലിമിറ്റഡ് ദൂരം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്റെ അപ്പന്റെ കാഴ്ച അൺലിമിറ്റഡാ. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വഴികൾ എന്റെ വഴികളിലും നിന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നത് പറഞ്ഞ അപ്പനാ പറയുന്നത്. നീ കാണുന്നത് പോലെ അല്ല, നീ കാണുന്നത് പോലെ അല്ല. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയിലാണ് നീ കടന്നു ചെല്ലുന്നതെങ്കിൽ നിന്റെ കാഴ്ചകൾക്കും അപ്പുറം നീ ചിന്തിക്കാത്ത നിലവാരത്തിൽ എന്റെ അപ്പനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ജോലിയില്ല. ഛത്തീസ്ഗഡിൽ വെച്ച് അദ്ദേഹം ഇല്ലാതെയായി പോയത് കൊണ്ട് പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. സ്വന്തമായി വീടില്ല, സ്ഥലമില്ല, ശരീരത്തിന് വേണ്ടത്ര ആരോഗ്യമില്ല, നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ പര്യാപ്തമായ ഹയർ സ്റ്റഡിയുടെ സമയമായ 2 മക്കൾ. അസാധ്യതകളുടെ നീണ്ട ലിസ്റ്റ് എൻ്റെ മുമ്പിൽ നിരത്തി വെച്ച് എനിക്ക് എൻ്റെ പഴയ പടകും വലയും എടുക്കാമായിരുന്നു. പക്ഷെ അപ്പൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയത് കൊണ്ട്, അപ്പനോട് പറഞ്ഞത് കൊണ്ട്, എന്ത് പ്രതിസന്ധി വന്നാലും ഇത് വിട്ടിട്ട് മാറില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട്, ഇതിനെ ഉയർത്താൻ ഞാൻ തീരുമാനിച്ചത് കൊണ്ട്, ആ തീരുമാനം എന്റെ പൂർണ്ണമായത് കൊണ്ടും എന്റെ പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിന്റെ ആഴം എന്റെ അകത്തളത്തിൽ നിറഞ്ഞു കവിയുന്നത് കൊണ്ടുമാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുന്നത്. ഇത് ഉയർത്തിയാൽ ഇത് നമ്മെ ഉയർത്തും. ഇത് ഉയർത്തിയാൽ ഇത് നമ്മെ ഉയർത്തിയിരിക്കും. അത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാതെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാ? ഇപ്പൊ ഇത് ചുമക്കാൻ എല്ലാവർക്കും പാടാ. എല്ലാവരും മൊബൈലിനകത്ത് ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് തേച്ചോണ്ട് നടക്കുന്നത്. ഞാൻ കേട്ടോ, വലയ ഇന്റർനെറ്റ് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമായി മാറി. സഹോദരിമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് ആൻഡ്രോയിഡ് ഫോൺ. ദൈവങ്ങൾ ഇതിനൊക്കെ ലിമിറ്റ്സ് വെക്കണം കേട്ടോ. ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നോക്കത്തുള്ളൂ, ഇന്നതേ നോക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ നന്നായി പഠിച്ചതിന് ശേഷം പ്രാർത്ഥനാ ജീവിതത്തിന് കുറവ് വന്നിട്ടുണ്ടോ? യൂട്യൂബിനകത്ത് കയറി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കണ്ട് 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 പ്രാണപ്രിയനെ കാണാനുള്ള ഒരുക്കവും പോയി, ഒരുങ്ങാനുള്ള മനസ്സും. നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത്. മടങ്ങി വരേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഇന്റർനെറ്റിനകത്ത് നമ്മളും ആ വലയ്ക്കകത്ത് നമ്മളും കുരുങ്ങിയത് കൊണ്ട് സംഭവിച്ചതാണെന്നറിയോ? നമ്മുടെ തലമുറകൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ശത്രു അപകരിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് കടക്കാർ നമ്മുടെ തലമുറകളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിന് നിലവിളിക്കുവാൻ പര്യാപ്തമായ മനസ്സ് നമുക്കുണ്ടെങ്കിലും പലപ്പോഴും അതിന് കഴിയാത്ത വിധത്തിൽ ഇതിനകത്ത് കണ്ട പലതും നമ്മുടെ മനസ്സിനെ മതിച്ചു വാഴുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരെ അനിവാര്യമാ. ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാ. 2024 വളരെ ഭയാനകമായി 2025 വരുമ്പോൾ ദൈവമക്കളെ ഈ കൃപ പോലെ എന്ന് പറയണമെങ്കിൽ, ഈ പ്രാർത്ഥന പോലെ എന്ന് പറയണമെങ്കിൽ, ഈ ആരാധന പോലെ എന്ന് പറയണമെങ്കിൽ, ഈ ശക്തി എനിക്ക് പോലെ അങ്ങയുടെ അത്യന്ത ശക്തി വേണമെന്ന് പറയണമെങ്കിൽ ദൈവദാസിമാർ വാടകയ്ക്ക് മടങ്ങി വരണം കേട്ടോ, മടങ്ങി വരണം. ഇന്ന് രാവിലെ ഞാൻ ബാംഗ്ലൂരുള്ള ഒരു കൊച്ചിന് വേണ്ടി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കയറി വന്നത്. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, ആരോടും സംസാരിക്കേണ്ട, റൂമിൽ കയറി കഥ കുടച്ച് ഫോണുമായിട്ട് ഇരിക്കുക. എന്തുകൊണ്ട് തലമുറകൾ എങ്ങനെയായി? എന്തുകൊണ്ട് തലമുറകൾ എങ്ങനെയായി? എനിക്ക് എന്റെ വലത് കരം നെഞ്ചത്ത് വെച്ച് പറയാൻ പറ്റും, ഒന്നും നോക്കാതെ ശ്വാസം എടുക്കാൻ പിടയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞൊരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ കണ്ണുനീരാ ഇന്ന് ഞങ്ങളെ 3 പേരെയും ദൈവം ഉപയോഗിക്കുന്നതെങ്കിൽ നാം കരഞ്ഞാൽ നമ്മുടെ തലമുറകളെ ദൈവനാമത്തിൽ പ്രയോജനപ്പെടും. നാം അധ്വാനിക്കാൻ തയ്യാറായ നമ്മുടെ തലമുറകളെ ദൈവകരങ്ങളിൽ എടുക്കും. അവരുടെ ഭാവിയോർത്ത് ദുഃഖിക്കേണ്ട വരില്ല. അവൻ കരുതുന്ന ദൈവത്തിന്റെ കരമോ, അവൻ കരുതുന്ന ദൈവമോ നമ്മുടെ ദൈവം. ദൈവങ്ങളെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴും കൃത്യം അറിയാം എപ്പോഴാണ് മയക്ക് കിട്ടുന്നതെന്ന്. ആ സമയത്ത് ഇന്നും എനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. ഞാൻ പാഴ്വാക്ക് പറഞ്ഞതല്ല.
നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കണ്ണുനീർ, നമ്മുടെ ഒരുക്കം നമ്മുടെ മക്കൾക്കൊരു മാതൃകയാവണം. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കൾക്കൊരു വേദിയാവണം. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കൾക്കൊരു കോട്ടയാവണം. ഒരനർത്ഥവും ഭവിക്കാതിരിക്കണമെങ്കിൽ, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതിരിക്കണമെങ്കിൽ, ഈ ബാധ വരുമ്പോൾ അതിനെ തടയുന്ന എന്തെങ്കിലും പുറത്തു വേണ്ടായോ? അതാ നിന്റെ പ്രാർത്ഥനയുടെ വലയം, അതാ നിന്റെ ഉപവാസത്തിന്റെ വലയം, അതാ നിന്റെ കണ്ണുനീരിന്റെ ശക്തി. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മടങ്ങി വരാം ദൈവസന്നിധിയിലേക്ക്. ഒരുങ്ങിപ്പോയ മറിയ യേശുവിനെ കണ്ടു, നിയോഗം ഏറ്റെടുത്തു. വേഗത്തിൽ ഞാൻ പോകട്ടെ. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിനരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിനരികെ വെച്ചു തന്നെ അവളെ കണ്ടു. നമ്മൾ ഒരുങ്ങി അപ്പായെ കാണാൻ തീരുമാനിച്ചാൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ കാണുന്ന ഒരപ്പായുണ്ട്. നമ്മൾ ഒരുക്കത്തോടെ അപ്പായെ കാണാൻ ഇരുന്നാൽ ഏത് പ്രതിസന്ധി, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ ക്രൂരത കാണിച്ചാലും നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ കാണുന്ന ഒരു കർത്താവ്. ഇതിനകത്തിരുന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിനെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. എൻ്റെ അപ്പൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ എത്ര കരഞ്ഞിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം എന്താ മറുപടി തരാത്തെ? എന്നെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ ഇതിനകത്തിരിപ്പുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ദൂത് പറയുന്നുണ്ട്. എൻ്റെ ഈ സ്ഥിതിക്ക് മാറ്റം വരത്തില്ലേ? എൻ്റെ കണ്ണുനീരപ്പ കാണത്തില്ലേ? എൻ്റെ വിഷയത്തിന് മറുപടി തരത്തില്ലേ? ഞാൻ ഇനിയും 2024 തീർന്നല്ലോ, ഇനിയും ഞാൻ കരയാനാണോ? ഇത്ര നാൾ കരഞ്ഞിട്ടും അപ്പ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് കരയുന്ന വ്യക്തി ജീവിതമേ നിന്നെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. പക്ഷെ അതിന് മുമ്പായി നീ ഒന്ന് ഒരുങ്ങണം. നീ ഒരുക്കത്തോടെ കൂടി ആയിരിക്കുന്ന നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. അത് മരുഭൂമി ആയാലും കർത്താവ് വരും, അത് ചൂരച്ചെടിയായാലും കർത്താവ് വരും, അത് സാരാപാത്തായാലും കർത്താവ് വരും, അത് ക്ഷാമമായാലും കർത്താവ് വരും. ഏത് പ്രതിസന്ധിയിലും കാണുന്നവരെ ഇവിടെ ഈ കാണുന്ന വിധത്തിൽ ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. സാറായിയുടെ ക്രൂരത അങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ തന്നെ വാക്യം പറഞ്ഞിരിക്കുന്നത്. കാഠിന്യം പെരുകിയപ്പോ ഹാഗാർ പോയി. ശരിക്കും ഹാഗാറിന്റെ തെറ്റായിരുന്നോ? അബ്രഹാമിന്റെ കാലത്ത് ഇന്ന് രാവിലെ പഠിച്ചപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെന്നാ പറയുന്നേ. ഭാര്യമാർക്ക് മക്കൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ദാസിമാരെ, ഭാര്യമാരെ കൊടുത്ത് അവരിൽ ജനിക്കുന്ന മക്കളെ സ്വന്തം മക്കളായി സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം റാഹേലും ലേയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ, നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കാഠിന്യം വർദ്ധിച്ചപ്പോൾ, നിന്ദിതയായി മാറിയപ്പോൾ, ആ വാക്കൊക്കെ ഭയങ്കര ശക്തിയുള്ള പവർഫുൾ വാക്കുകളാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവന്റെ വീട്ടുകാര് അദ്ദേഹത്തിന്റെ അടക്കം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം എന്നോട് ചോദിച്ചു എപ്പോഴാ തിരിച്ചു പോകുന്നത്. ദീർഘദിവസങ്ങളായി ഇതിന്റെ പുറകെ നിന്നതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെല്ലാം മടങ്ങി അവരുടെ ഭവനത്തിൽ നിന്ന് പോയി ശുശ്രൂഷ മാറ്റിവെച്ച്, വീട് മാറ്റിവെച്ച്, സകല സാഹചര്യങ്ങൾ മാറ്റിവെച്ച് 2-ാം തീയതി രാവിലെ മരിച്ച സമയം മുതൽ 5-ാം തീയതി അടക്കം കഴിയുന്നിടം വരെ ആരും വിശ്രമിച്ചിട്ടില്ല. എല്ലാവരും ഓട്ടത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ വണ്ടി കയറി പോയത് കൊണ്ട് തലയില്ലായിരുന്നു ശരീരത്തിൽ. അതുകൊണ്ട് ഫ്യൂണറൽ കാണാൻ ഞങ്ങൾ നേരത്തെ വിവരം അറിഞ്ഞതുകൊണ്ട് ആംബുലൻസിൽ നിന്ന് 4-ാം തീയതി രാത്രി ബോഡി കൊണ്ടിറക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ 2 പേരും ബോധരഹിതരായി താഴെ വീണു. ആരോ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് സെഡേഷൻ ഇഞ്ചക്ഷൻ കൊടുത്തു. ആ സെഡേഷൻ ഇഞ്ചക്ഷൻ കൊടുത്താൽ, നോർമലായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് കൊടുത്താൽ ദിവസങ്ങളെടുക്കും ഉണരാൻ. അർത്ഥബോധാവസ്ഥയിലായ എൻ്റെ മക്കൾ അവരുടെ പിതാവിൻ്റെ മരണ അടക്ക ശുശ്രൂഷ പോലും കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ശരിക്കും അവരൊരു ഉണരുന്നതിന് മുമ്പ് എൻ്റെ ഭർത്തൃ സഹോദരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എപ്പോഴാ പോകുന്നേ? ദൈവമക്കളെ, ജോലി ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിലെ വേലയ്ക്ക് വേണ്ടി നല്ലൊരു ശതമാനം സാലറി അയച്ചു കൊടുത്തു. കുറഞ്ഞ വാടകയുള്ളൊരു വീട്ടിലാണ് ഞാൻ താമസിച്ചേ. ഒന്ന് അമർത്തി തള്ളിയാൽ തുറന്നു പോകുന്ന അടുക്കളവാതിലുള്ള ഒരു വീട്. ജിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ആ സമയത്ത് പെരുമ്പാവൂരുള്ളൊരു നോർത്ത് ഇന്ത്യക്കാരൻ കൊന്നുകളഞ്ഞ സമയം
ഞങ്ങൾ താമസിക്കുന്നത് ഓൾ കേരള ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റ് കുണ്ടന്നൂരുള്ള ആ മാർക്കറ്റിന്റെ ബാക്കിലാണ് താമസിക്കുന്നത്. ഒരു മതിൽ ചാടിയാൽ അവിടെ ജോലി ചെയ്യുന്ന 100 കണക്കിന് നോർത്ത് ഇന്ത്യൻസിന് എൻ്റെ കോമ്പൗണ്ടിൽ കയറാം. എൻ്റെ പപ്പ മരിച്ചത് അവിടെ മുഴുവനും അറിഞ്ഞു. ഈ ചോദ്യം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്നപ്പോൾ 1 മിനിറ്റത്തേക്ക് ഞാനങ്ങ് സ്റ്റക്കായി. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ആരോടും പറയാൻ നിന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ എന്തുവാടാ? ഒത്തിരി നാൾ അവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി സുബോധം വരുന്നത് വരെ. ശരി, ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ എന്നോട് അങ്ങനെ ചോദിക്കുന്നേ? അവനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുന്നോറും എനിക്കൊരു ബാധ്യത. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി 4 വർഷം പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടക്കം കഴിഞ്ഞ് 2ാമത്തെ ദിവസം 21 വർഷം മുമ്പ് കയറി ചെന്ന എൻ്റെ ഭവനക്കാർക്ക് ഞാനൊരു ബാധ്യതയായി മാറി. അവൻ വിശ്വാസത്തിലില്ല. എന്നോട് പറഞ്ഞ 1-2 കാര്യം ഇതാ: യേശു പറഞ്ഞെന്ന് പറഞ്ഞ് ജോലി വിട്ടു. യേശു പറഞ്ഞെന്ന് പറഞ്ഞ് പിള്ളേരെ മെഡിസിന് വിട്ടു. യേശു പറഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടനെ ഛത്തീസ്ഗഡിൽ വിട്ടു. ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി? ചാട്ടുളി പോലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിനകത്ത് കയറി. നിങ്ങളുടെ വാടകയും പിള്ളേരുടെ പഠിത്തവും ഇതെല്ലാം നിങ്ങൾ ഇവിടെ നിൽക്കത്തോറും എനിക്ക് ബാധ്യതയാണെന്ന് ഒരു വാക്കെടുത്ത് പറഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി. ആ വീടിന്റെ ഇറയത്തോട്ട് ഇറങ്ങി നിന്നാൽ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന സ്ഥലം കാണാമായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങി നിന്ന് കുറെ നേരം അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മോനെ നാളെ രാവിലെ പറയാം. നിന്ദിതയാകുമ്പോ, ഏകയായി തീരുമ്പം, കണ്ണുനീർ തൂകുമ്പോൾ യേശു ഉണ്ട്. യേശു ഉണ്ട് കേട്ടോ. യേശു ഉണ്ടെന്നോ അന്ന് രാത്രിയാണ് ഞാൻ അറിഞ്ഞത്. അന്ന് രാത്രി എനിക്ക് മനസ്സിലായി എൻ്റെ യേശു ഉണ്ട്. അന്ന് രാത്രി എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ പരിചയം അതിമഹത്തായ ദൈവങ്ങളെ. മറ്റുള്ളവരുടെ കണ്ണിനെ നിങ്ങൾ നിന്ദിതരായി മാറുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളോട് കാഠിന്യമായി പെരുമാറുമ്പോൾ, ഒരു കണ്ണിന് ദയ തോന്നാതെ കിടക്കുന്ന സാഹചര്യത്തിന് നടുവിൽ എന്നെ അറിയുന്നവരാരുമില്ലല്ലോ, കാണുന്നവനാരുമില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടരുത്. നീ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും നിന്റെ അടുക്കൽ വന്ന് നിന്നെ കാണുന്ന ഒരു സർവശക്തനുണ്ട്, ഒരു യഹോവയുണ്ട്. ബാധ്യത എന്ന് പറഞ്ഞ് പുറത്താക്കി. പിറ്റേ ദിവസം തന്നെ എൻ്റെ സഹോദരി ഭർത്താവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമോ? എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, പപ്പ ഞങ്ങളെ ഇടയ്ക്ക് വരാൻ കേട്ടോ. പിന്നെ അടുത്ത ബാക്കി പറഞ്ഞു, ഞങ്ങളെ വിളിക്കാതെ നീ ഇങ്ങോട്ട് വരണ്ട. അടക്കം കഴിഞ്ഞിട്ട് അധിക ദിവസമായില്ല, 2 ദിവസം. ദൈവമക്കളെ, ഒരു പക്ഷെങ്കിൽ പലരും എന്നെ തിരിച്ചു വിളിച്ചു. 16 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വാ, ഞങ്ങളുടെ ക്ലിനിക്കിൽ വാ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. പക്ഷെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവരും, എൻ്റെ അപ്പയോട് പറഞ്ഞിട്ട് വാക്കു മാറ്റുന്നവനും എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടമല്ലായികയാൽ മടങ്ങിപ്പോയില്ല. അന്ന് രാത്രി അപ്പൻ പറഞ്ഞ വാക്കും വചനവും എടുത്ത്, ഈ വചനം എടുത്ത് മാറോടടക്കി പിടിച്ചു. നിന്ദിതയാകുമ്പോ സാറയുടെ കണ്ണിന് ഹാഗാർ നിന്ദിതയായിരുന്നു. അവൾക്ക് ഭവനത്തിനകത്ത് താമസിക്കാൻ സാഹചര്യമില്ലായിരുന്നു. അവൾ ഗർഭിണിയാണ്. അവൾക്ക് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടണമെങ്കിൽ എത്രമാത്രം മാനസിക വൈഷമ്യം അവൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവൾ ഓർത്തു, സാറായും അബ്രഹാമും എന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നെന്നാ ഓർത്തത്. പക്ഷെ അവളെ മരുഭൂമിയിൽ വെച്ചും എന്റെ നാഥൻ കണ്ടെങ്കിൽ, എന്റെ നാഥൻ കണ്ടെങ്കിൽ, നീ ഏകയായി തീരുമ്പോ ആശ്രയിക്കാൻ ആരുമില്ലെന്നൊരു തോന്നലിന്റെ അകത്തളത്തെ ഭരിക്കുന്നുള്ളൂ. ഒന്നുകൊണ്ട് ഭാരപ്പെടരുത്. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ കാണുന്ന ഒരുവരുണ്ട്. അവരെന്നെ കാണുന്നുവോ എന്ന് പറഞ്ഞ്
അവനോട് ചേർന്ന് പിടിച്ച് നടക്കുവാൻ എന്ന് പകൽ നമ്മളൊരു തീരുമാനം എടുക്കണം. എനിക്ക് നല്ല തൻ്റെ ഉണ്ട് കേട്ടോ. ലോകത്തിന്റെ ഏത് മൂലയ്ക്കും പറയാൻ നാം വിശ്വസ്തയോടെ അപ്പന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ കരുതുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ വഴി നടത്തുന്ന ഒരു നാഥനുണ്ട്. ആ സ്നേഹം ഇന്ന് പകർക്കാനും ഈ ആലയത്തിൽ നമുക്ക് വ്യാപരിക്കുന്നുണ്ട്. ഭാരപ്പെട്ട് കലകുന്ന സഹോദരിമാരോട് ഞാൻ ഒരു ദൂത് പറയട്ടെ. എത്ര കഠിനമേറിയ ഭാരത്തിന്റെ നടുവിലും ഒരു വാക്ക് പ്രാർത്ഥിക്കണം. അപ്പാ, ഭാരങ്ങൾ ഒത്തിരിയുണ്ട്, വേദന ഒത്തിരിയുണ്ട്, പ്രതിസന്ധി ഒത്തിരിയുണ്ട്, ആളുകളെ കരയുന്ന വിഷയത്തിന് മറുപടി കിട്ടാനിരിക്കുന്നുണ്ട്. കരയാൻ എന്റെ ശരീരത്തിന് പോലും ത്രാണിയില്ല. എങ്കിലും എനിക്ക് ഒന്ന് മതി, എനിക്ക് എന്റെ അപ്പ മതി, എനിക്ക് എന്റെ അപ്പ മതി. ഇന്ന് മുതൽ എന്റെ അപ്പ എനിക്ക് മതി, ഇന്ന് മുതൽ അങ്ങോട്ടുള്ള യാത്ര എനിക്ക് എന്റെ അപ്പ മതി എന്ന് തന്റെ ഇടത്തോടെ പറയുവാൻ കരുത്തുള്ള ദൈവമക്കൾ ഇതിന്റെ നടുവിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നത്. ദൈവമക്കളെ, ഒത്തിരി സന്തോഷമായി എനിക്ക് എന്റെ അപ്പനെ ഉയർത്തുന്നത്. നോക്കിയേ, തമ്പുരാന്റെ മുമ്പിൽ, സാറയുടെ മുമ്പിൽ അവൾ ഒരു നിന്ദിതയെങ്കിലും എന്റെ തമ്പുരാൻ അവളെ കണ്ടു. അത് 2 വട്ടമാകട്ടെ, 1 വട്ടമല്ല, 2 പ്രാവശ്യം മിസ്രൈമ്യ ദാസിയെ കണ്ട ദൈവം. അങ്ങനെയെങ്കിലും തിരുദിനത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മെ എത്രയധികം 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 ഇന്ന് പകൽ എത്ര പേർക്ക് നാഥനെ സ്തുതിക്കാൻ പറ്റുന്നു. ആരും അണച്ചു പിടിക്കാൻ ഇല്ലാതിരുന്നപ്പോ, ജീവിതത്തിന്റെ വേദനകളിൽ ആരും കരനീട്ടാൻ കരുത്തില്ലാതെ മാറിപ്പോയപ്പോ, കരുത്തുള്ളവർ പോലും മുഖം തിരിച്ചു കളഞ്ഞപ്പോ, ഇന്ന് പകൽ എന്റെ ദേവദാസിമാരെ, അഭിഷിക്തന്മാരെ, പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന സ്നേഹത്തെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഓർക്കാൻ പറ്റുമോ? അവൾ എന്തായിത്തീരും, അവൻ എന്തായിത്തീരും, അവളുടെ തലമുറ എന്തായിത്തീരും, അവളുടെ കുടുംബം എന്തായിത്തീരുമെന്ന ആശങ്കയോടെ, അതിലധികം മുഖ്യയോടെ നോക്കി നിന്നവരുടെ നടുവിൽ മാന്യന്മാരുടെ കൂട്ടത്തിൽ ഇരുത്തി ഒരു മാന്യത തന്നു ആ കുഴിയിൽ നിന്ന് കയറ്റിയ സ്നേഹമോർത്ത് എന്റെ മകൻ നമുക്ക് അപ്പനുമായിട്ട് നടക്കും. മക്കളെ, ദൂതൻ അവളെ കണ്ടു. 4-ാമതായി 29-ാം അധ്യായത്തിൽ അതേ ഹാഗാറിനെ യഹോവ 29-ാം അധ്യായത്തിൽ ലേയെ ദൈവം കണ്ടു. ലേയെ കണ്ടത് എങ്ങനെ? അവിടെ എഴുതിയിരിക്കുന്നത്, എന്റെ സങ്കടം അവൻ കണ്ടു, എനിക്കൊരു പുത്രൻ എത്തുന്നവന് രൂപേൻ എന്ന സങ്കടങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ലേയ്ക്ക് ഒറ്റ കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. ശോഭ കുറഞ്ഞ കണ്ണുള്ളവളെ ആർക്കും വേണ്ട എന്ന് തള്ളിക്കളയുമെന്ന് കണ്ട് അപ്പന്റെ കണ്ണിന്റെ കാഴ്ചക്കുറവിന്റെ അന്ധതയിൽ അനുഗ്രഹം അപകരിച്ച യാക്കോബിനെ ഒരു അന്ധകാരത്തിന്റെ നടുവിൽ തന്റെ അമ്മാവിയപ്പൻ കളിപ്പിച്ചു. മനസ്സിലാക്കുന്നുണ്ടോ? ഇസ്ഹാക്കിന്റെ കണ്ണ് കാണാതെ വേണം മങ്ങി ഇരുന്ന സമയത്താ ഏശവാണെന്ന് പറഞ്ഞ് കണ്ണിന്റെ അന്ധതയിൽ അനുഗ്രഹം അപകരിച്ചവനെ ഇരുട്ടിന്റെ അന്ധതയിൽ കബളിപ്പിക്കപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാനൊന്ന് വിശ്വസിക്കുന്നു. അപ്പന്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. 2023 ഡിസംബർ 31 പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? കൃത്യമായിരിക്കണം. എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന സംഭവമാണ് നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്. നമ്മുടെ അധരം കൊണ്ട് നാം ബന്ധിക്കപ്പെടും. മിണ്ടുന്നില്ലല്ലോ ആരും, കണിയാണ്. നമ്മുടെ അധരം കൊണ്ട് നാം ബന്ധിക്കപ്പെടും. ഏശാവും യാക്കോബും അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ യഹോവയായ ദൈവം ദൂത് പറഞ്ഞു, 2 ജാതികൾ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട് 2 വംശങ്ങൾ ഉണ്ടാവും, മൂത്തവൻ ഇളയവനെ. പക്ഷെ അനുഗ്രഹം കവർന്നപ്പോ ആരുടെ പേര് പറഞ്ഞ യാക്കോബ് അനുഗ്രഹം കവർന്നത്? ദാസൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. മൂത്തവൻ ഇളയവനെ സേവിക്കുമെങ്കിൽ ഇളയവൻ യജമാനനും മൂത്തവൻ ദാസനുമാണല്ലോ. ദാസന്റെ സ്വന്തം പേര് പറയേണ്ടതിന് പകരം ദാസനായിരിക്കേണ്ടവന്റെ പേര് പറഞ്ഞ് അനുഗ്രഹം അപകരിച്ചു. അപ്പന്റെ കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ അവകാശങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് രാജാവിനെ പോലെ ജീവിക്കേണ്ടവൻ 2 പ്രാവശ്യം അപ്പാ, ഞാൻ നിന്റെ മൂത്ത മകൻ
ഏശാവ് തന്നെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അനുഗ്രഹം കബളിപ്പിച്ചത് കൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞതിന് 10 വർഷം യഹോവ കൊണ്ട് കണക്കിട്ടു. മനസ്സിലാവുന്നുണ്ടോ? 20 വർഷം ലാബാന്റെ ഭവനത്തിൽ ദാസനായിട്ട് കഴിയേണ്ട വന്നു. പുരുഷന്മാർ ഒരു ദിവസം 3000 വാക്കുകളും സ്ത്രീകൾ ഒരു ദിവസം 7000 വാക്കുകളും സംസാരിക്കുന്നു എന്നാണ് കണ്ടുപിടുത്തം. തിരുവചനം പറയുന്നു, വാക്കു പരികിയാൽ ലംഘനം വരാതിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഹൃദയം കൊണ്ടൊന്ന് ചിന്തിച്ച് ഒന്നും ശരിയാവത്തില്ല. എത്ര പ്രാവശ്യം എഴുതി, ഇവൻ പാസ്സാകുന്ന ലക്ഷണമില്ല, ഈ പിള്ളേരെ കൊണ്ട് മരണം വരെ കരയാനാ എനിക്ക് വിധി. ഹലോ, നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? അധരം കൊണ്ട് നാം നമ്മെ തന്നെ ബന്ധിച്ചതും തലമുറകളെ ബന്ധിച്ചതും കുടുംബത്തെ ബന്ധിച്ചതും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നാം നമ്മെ ബന്ധിച്ചതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. അത് ആർക്കും തടുക്കാൻ പറ്റാത്തതായിരിക്കും. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, അപ്പാ എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടോ ദേഷ്യം കൊണ്ടോ നിരാശ കൊണ്ടോ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടാൻ വൈകിയത് കൊണ്ടൊക്കെ പലതും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് പകൽ അതെല്ലാം ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിച്ച് മടങ്ങി വരുന്നു എന്ന് ഹൃദയമായി പറഞ്ഞാൽ അത് കേട്ട് നിന്നെ മാനിക്കാൻ കരുത്തുന്നുണ്ട്. നമ്മുടെ ദൈവങ്ങളെ, ഞാൻ ഈ ആത്മീയ കോളത്തിൽ കൂടുതലായിട്ട് നാളുകളിൽ ഒത്തിരി പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ശുശ്രൂഷയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ശരിക്കും ദൈവമക്കൾക്കുള്ളത്രയും കഷ്ടം വേറെ ആർക്കും ഇല്ല. ദൈവമക്കൾക്കുള്ളത്രയും പ്രതിസന്ധി വേറെ ആർക്കും ഇല്ല. എന്നാൽ ദൈവമക്കളോളം അനുഗ്രഹിക്കപ്പെടുന്നവരും വേറെ ആരും. ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസവും ഒക്കെ 2 വിധത്തിൽ നമുക്ക് വരും. ഒന്ന് കർത്താവ് ടെസ്റ്റ് ചെയ്യാൻ വരും, 2 പിശാച് പ്രലോഭിപ്പിക്കാൻ വരും. 2നും പരീക്ഷ എന്ന പേര്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അനന്തരം യഹോവ അബ്രഹാമിനെ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഗോഡ് ടെസ്റ്റ് ടു അബ്രഹാം, ടെസ്റ്റ് ചെയ്യുക, പരീക്ഷിക്കുക. പക്ഷെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അനന്തരം ദൈവം പിശാചിനാൽ അവിടെ എഴുതിയിരിക്കുന്ന ടെംപ്റ്റഡ് എന്ന് എഴുതി, എന്ന് പറഞ്ഞാൽ പ്രലോഭിപ്പിക്കുക എന്ന വാക്ക്. ടെംപ്റ്റേഷൻ, പ്രലോഭനം. പ്രലോഭനത്തെ ജയിക്കാനായിട്ട് വചനം മതി. കർത്താവിന്റെ പരീക്ഷയെ ജയിക്കാൻ കൃപ വേണം. മനസ്സിലാകുന്നുണ്ടോ? പലതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? 1, വചനം കൊണ്ട് അവനെ വീഴ്ത്താൻ നമുക്കറിയില്ല. 2, കൃപയില്ലാത്തത് കൊണ്ട് 2ലും നമ്മൾ വെട്ടുകിടക്കുക. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, എനിക്ക് ഇത് പോരെ എന്ന് പറയാം, എനിക്ക് ഇതൊന്ന് പോരെ എന്ന് പറയാം, ഈ ശക്തി പോരെ എന്ന് പറയാം. ഇത് യാക്കോബിന്റെ കണ്ണിന് മുമ്പിൽ നിന്നതെന്ന് കണ്ടപ്പോൾ ദൈവം അവളുടെ സങ്കടം കണ്ടു. സങ്കടം കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കല്ലേ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, എന്റെ സങ്കടം കാണാൻ ആരുമില്ലല്ലോ. എന്റെ മക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മി നമ്മൾ മാത്രം എന്താ ഇങ്ങനെ? അങ്ങനെ പറയാൻ കാരണം 19 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എന്റെ കൺമുമ്പിൽ കാണത്തക്ക വിധത്തിൽ ഹാളിൽ ഞാൻ തറയിൽ പായിട്ട് കിടത്തിയിട്ട് ഒന്ന് അമർത്തി തള്ളിയാൽ തുറന്നു പോകുന്ന കതകിൽ ചാരിയിരുന്ന ദിവസങ്ങളോളം നേരം വെളുപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഭയമാണ്, ആരെങ്കിലും എൻ്റെ മക്കളെ എൻ്റെ കൺമുമ്പിൽ ഇട്ട് ഉപദ്രവിക്കുമോ. വെളുക്കുന്നിടം വരെ പറയുന്ന ഒരു വാക്ക്, അപ്പാ കൃപ, അപ്പാ കൃപ, അപ്പാ കൃപ, അപ്പാ കൃപ. അന്നാ ഒരു രാത്രിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ താടിയിൽ നിന്ന് കണ്ണുനിരിറ്റിട്ട് വീഴുകയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാറ് രാത്രിയിൽ. എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, മമ്മി നമ്മൾ മാത്രം എന്താ ഇങ്ങനെ? നമുക്ക് മാത്രം എന്താ ആരും ഇല്ലാത്ത? മക്കളെ, സങ്കടം കാണുന്ന ഒരു നീ സങ്കടം പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ പറയാത്ത പല സങ്കടങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ ആരോടും പറയാതെ മൗന നമ്പരമായി കണ്ണുനീരായി നിന്റെ കണ്ണുകളിലെ ഉറവ പോലെ കണ്ണുനീർ ചാടിപ്പുറപ്പെട്ട് അത് തലമുടിയെ ദേഹമെല്ലാം നനച്ച് താഴേക്ക് വരുമ്പോൾ അത് കാണുന്ന ഒരു കർത്താവുണ്ട്. അവിടെ വരെ നീ ചെന്നില്ലെങ്കിൽ നിന്റെ കണ്ണിന്റെ കൺകോണുകളിൽ കണ്ണുനീർ ഉറഞ്ഞു കൂടുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇറങ്ങി
എന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. Hallelujah. Praise. ഒരുക്കമുണ്ടെങ്കിൽ സങ്കടം കാണും കേട്ടോ. സ്നേഹത്തിന്റെ നിറവുണ്ടെങ്കിൽ സങ്കടം കാണും കേട്ടോ. മറിയയുടെ ഹൃദയം നിറച്ചും യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. മറിയയുടെ ഹൃദയം, ബെഥാനിയയിലെ മറിയയുടെ ഹൃദയം നിറച്ചും യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി. അടുത്ത സെന്റൻസ് എഴുതിയിരിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തു. നമ്മൾ കരയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കരയുന്ന ഒരു കർത്താവുണ്ട്. അപ്പന്റെ സാന്നിധ്യമാണോ നിനക്ക് വലുത്? അപ്പന്റെ സ്നേഹമാണോ നിനക്ക് വലുത്? അപ്പനോടുള്ള സ്നേഹമാണോ നിനക്ക് വലിയത്? അതിന്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്ന, കാണുക മാത്രമല്ല വിഷയത്തിന് പരിഹാരം തരുന്ന ഒരു അനുമനാഥനിന്റെ പകൽക്കാലം ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ദൈവമായിട്ട്, അനുഭവിക്കുന്ന ദൈവമായിട്ട് എന്റെ നാഥനെ ഒന്ന് കുതിച്ചാണ്. Hallelujah. Oh, Bele. Samdar Kamala. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാക്കുകളിൽ പ്രസംഗിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മൂന്നാണികളിന്മേൽ എന്റെ പ്രാണപ്രിയൻ തോന്നുകയാണ്. Hallelujah. ഗെത്സമനിയുടെ തോട്ടത്തിൽ വെച്ച് അവർ അവനെ പിടിച്ചു, മാറി മാറി വിസ്തരിച്ചു. ഗപതയുടെ കൽത്തളത്തിൽ കൊണ്ടുവന്നപ്പോൾ അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരെല്ലാം ആർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ കൃഷിക്കുക. ഒരുപാട് നന്മകൾ എൻ്റെ അപ്പനിൽ നിന്ന് അനുഭവിച്ചത്. അപ്പം തിന്നവൻ, ഞെരുക്കത്തിൽ കൂടെ ഇരുന്നവൻ, കണ്ണുകൊണ്ട് കൈവിരൽ കൊണ്ട് കണ്ണുനീർ തുടച്ചു കളഞ്ഞവൻ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവൻ, നിരവധി അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുമായുള്ള തന്റെ സ്വന്തം ജനം മാറി നിന്ന് അലറി വിളിക്കുകയാ, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. മനസ്സില്ല മനസ്സോടെ എൻ്റെ അപ്പനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗപതിയുടെ കൽത്തളത്തിൽ വെച്ച് 1 അടി എൻ്റെ പ്രാണപ്രിയന്റെ ശരീരത്തിൽ ആഞ്ഞു പതിച്ചു. മാംസത്തുണ്ടുകൾ ജീവനുള്ള ശരീരത്തിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്ത വ്യക്തിയായതുകൊണ്ട് എനിക്കറിയാം, ഇങ്ങനെ കുറെ നേരം ആ മാംസകഷ്ണങ്ങൾ വിറയ്ക്കും. ഗപതിയുടെ കൽത്തളത്തിൽ അവിടെ ഇവിടെയായി എൻ്റെ പ്രാണപ്രിയന്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ ചിതറിക്കിടന്ന് അത് വിറച്ചുകൊണ്ടിരിക്കുക. ജീവൻ പോകുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ ഒഴിവ് ചാലുകൾ പോലെ അവർ അടിച്ചു കീറി എൻ്റെ അപ്പന്റെ തലയിൽ ഇവരൊരു മുൾക്കിരീടം വെച്ചു. ഈ മുൾക്കിരീടത്തിന്റെ ഒരു മുള്ള എൻ്റെ അപ്പന്റെ കൃഷ്ണമണിയെ തുറച്ചു പുറത്തു കൊന്നു എന്ന ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഗപതിയുടെ കൽത്തളത്തിലേക്ക് ഒന്ന് പോകാം. ശിരസ് മുതൽ പാദം വരെ മുറിവേറ്റ് എൻ്റെ നാഥൻ, കോമള രൂപിയായ എൻ്റെ അപ്പൻ, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അടിച്ച് വിരൂപമാക്കി കരഞ്ഞ് കരങ്ങിയ കണ്ണുകളും തുളയ്ക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗങ്ങളും അസ്ഥികൾ മുഴുവനും തെളിഞ്ഞു കാണത്തക്ക വിധത്തിൽ മാംസത്തുണ്ടുകൾ ഗപതിയുടെ കൽത്തളത്തിൽ പലയിടത്ത് തെറിച്ചു കിടക്കുകയാ. ആർത്ത് വിളിച്ച് പറഞ്ഞ ജനത്തിന്റെ ശബ്ദം എന്റെ നാഥന്റെ ചെവിക്കകത്ത് കേൾക്കുന്നുണ്ട്. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന ശബ്ദം അതിവേദനയോടെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹൃദയത്തിൽ വന്ന് കാണും. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. അല്ലല്ല, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറണമെന്ന് പറഞ്ഞ് പരമയാഗമാകുവാൻ പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത എന്റെ പ്രാണപ്രിയൻ, അവന് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ ആരെങ്കിലും ഓഡിയൻസിന്റെ ഇടയിൽ വരുമെന്ന് ഒരു പക്ഷേ പരതിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ആരും വരാതിരുന്നപ്പം കണ്ണുകളെ തുളച്ച് മുൾക്കിരീടത്തിന്റെ മുള്ള പുറത്തു വന്നു. തലയിൽ നിന്ന് ഒഴുകുന്ന രക്തം കാൽപാദം വരെ ഒഴുകാൻ തുടങ്ങി. ദൈവമക്കളെ, എന്നിട്ടും ഇതെല്ലാം സഹിച്ചത് ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? നമുക്ക് വേണ്ടിയാണെന്ന് മറന്നു പോകരുത്. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ കുരിശിനെ 2 കഷ്ണങ്ങളാക്കി മുകളിൽ കൊണ്ട് ചെന്ന് സെറ്റ് ചെയ്ത സാധാരണ ക്രൂശിക്കാറുള്ളത്. പക്ഷെ എൻ്റെ അപ്പനോടുള്ള അവരുടെ മനോഭാവം വ്യത്യസ്തമായിരുന്നു. 800 കിലോ ഭാരമുള്ള പച്ച മരക്കുരിശ് ഗപതിയുടെ കൽത്തളത്തിൽ നിന്ന് മൂവ് ചെയ്തപ്പോൾ എൻ്റെ അപ്പന്റെ തോളിലേക്ക് അവർ വെച്ചു
കൊടുത്തു. മുൾക്കിരീടം തലയിൽ വെച്ചിട്ടുണ്ട്. ദേഹമാസകലം മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവിന്റെ മുകളിലേക്ക് തടിയൊന്ന് കൊള്ളുമ്പോഴുണ്ടല്ലോ, എൻ്റെ അപ്പന്റെ കണ്ണിൽ കൂടെ പ്രാണവേദന നമുക്ക് ആർക്ക് ദർശിക്കാൻ പറ്റുന്നുണ്ട് പ്രിയമുള്ളവരെ. ആ പ്രാണവേദനയോടെ നടന്നു നീങ്ങുമ്പോൾ ഇത്രയും അടിയേറ്റുവാങ്ങി അവശനായ എൻ്റെ പ്രാണപ്രിയൻ വീണും എഴുന്നേറ്റും ഓരോ പ്രാവശ്യം വീഴുമ്പോഴും മുറിവിനകത്തേക്ക് ഈ തടിയുടെ കഷ്ണങ്ങൾ കൊള്ളുകയും മരത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ആ മരക്കുരിശ് തന്റെ ശരീരത്തിൽ പതിക്കുകയാണ്. ഓരോ പ്രാവശ്യം വീഴുമ്പോഴും മുൾക്കിരീടത്തിന്റെ മുള്ളു തലക്കകത്തേക്ക് കയറുകയാ. അതിവേദനയോടെ അവർ ഗൊൽഗോഥയുടെ മലമുകൾ വരെ നടന്നു കയറി. അവിടെ ചെന്ന അസ്ഥികൾ മുഴുവനും ബന്ധം വിടുമാറ് അവർ ക്രൂശിൽ ആണികൊണ്ട് തറച്ച കർത്താവിനെ ആ കുഴിക്കകത്തേക്ക് ക്രൂശ് എടുത്തിട്ടപ്പോ അവന്റെ അസ്ഥികൾ മുഴുവനും ബന്ധം വിട്ടെന്നാ പറയുന്നത്. അസ്ഥികൾ മുഴുവനും ബന്ധം വിട്ടെന്ന ചരിത്രകാരന്മാർ പറയുന്നത്. ഹൃദയമുള്ള ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ആ ക്രൂശിലേക്ക് എന്റെ ഒപ്പം ഒന്ന് വരാമെങ്കിൽ ആ തൂങ്ങിയാടുന്ന എന്റെ പ്രാണപ്രിയന്റെ ചിത്രം നിങ്ങളുടെ അകത്തളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കണ്ണുനീരോടെ പറ, എനിക്ക് അങ്ങേ വേണം കർത്താവേ, എനിക്ക് അങ്ങേ വേണം കർത്താവേ. ആരും ആർക്കും വേണ്ടി മരിക്കാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോൾ, ആരും ആർക്കും വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോൾ, നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തീർന്ന അപ്പനെ ഹൃദയത്തിനെന്ന് ധ്യാനിക്കണം കേട്ടോ. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകളെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. എന്റെ പകലിൽ മടങ്ങി വരവ് നമ്മുടെ മുമ്പിൽ അനിവാര്യമാ. ദൈവമക്കളെതിരെ ഏറ്റവും കൂടുതൽ എന്റെ പ്രാണപ്രിയോടുള്ള സ്നേഹം എന്റെ അകത്തളത്തിൽ വർദ്ധിച്ചത് എവിടാണെന്ന് അറിയാമോ? മൂന്നാടിയമ്മേ തൂങ്ങിയാടുകയാണ്. ദൈവമക്കളെ, അവരവന്റെ മാറിടം കുത്തി തുളച്ചു. അതിനകത്ത് നിന്ന് വെള്ളം പുറപ്പെട്ടു. എത്ര പേർക്ക് ഹൃദയ കണ്ണുകൊണ്ട് എന്റെ പ്രാണപ്രിയൻ സഹിച്ച വേദനകളൊന്ന് കാണാൻ പറ്റുന്നുണ്ട്? അതിനേക്കാൾ ഉപരി എന്റെ ഹൃദയത്തെ ത്രസിപ്പിച്ചത് എന്താണെന്നറിയണമോ നിങ്ങൾക്ക്? യേശുവിന്റെ അമ്മ മറിയയും യോഹന്നാനും ഒരു സഹോദരിയും ക്രൂശിന്റെ ചുവട്ടിൽ നിൽപ്പുണ്ടായിരുന്നു, ക്ലയോപ്പാവിന്റെ ഭാര്യ. ഈ കണ്ണുകളെ തുളച്ച് മുൾക്കിരീടത്തിന്റെ മുള്ളു പുറത്തു വന്നപ്പോഴും തല മുതൽ കാലുവരെ അതികഠിനമായ വേദന എൻ്റെ അപ്പൻ അനുഭവിക്കുമ്പോഴും, തുളയ്ക്കപ്പെട്ട മാറിൽ നിന്ന് രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടപ്പോഴും, ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും, മൂന്നാണിമേൽ തൂങ്ങിയാടിയപ്പോഴും, ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന യോഹന്നാനെയും തന്റെ അമ്മയെ കണ്ട ദൈവമായ എന്റെ ദൈവം. അവനെ എൽറോയ കേട്ടോ, കാണുന്ന ദൈവമാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതികഠിനമായ വേദനയുടെ നടുവിൽ നമ്മെ കണ്ട ദൈവമുണ്ടെങ്കിൽ, അതികഠിനമായ വേദനയുടെ നടുവിൽ യോഹന്നാനെ കണ്ട ഒരു ദൈവമുണ്ടെങ്കിൽ, ക്രൂശിൽ കിടന്നുകൊണ്ട് നിയോഗം കൈമാറുകയാ നിന്റെ മാമ്മ, ഇതേ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിവേദനയുടെ നടുവിൽ നിയോഗം കൈമാറാൻ കരുത്തുള്ള ഒരു കർത്താവിനെയാ ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ആ അതിവേദനയുടെ നടുവിൽ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എന്റെ മകൻകാലം അകത്തളത്തിൽ ഭരിക്കുന്ന ദൈവമക്കൾ ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാണപ്രിയന്റെ അടുത്തിലേക്ക് ചെന്നിട്ട് പറ, കഴിഞ്ഞ കാലങ്ങൾ പ്രയോജനമില്ലാതെ പോയി, കഴിഞ്ഞ കാലങ്ങൾ വേസ്റ്റ് ആയി പോയി, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുക്കമില്ലാതെ പോയി, എന്റെ പ്രാണപ്രിയോടുള്ള സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല കർത്താവേ. എന്നാൽ ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് ഒരു വർഷം കൂടി ദാനമായിട്ട് തന്നോ. ഈ ലോകത്തെന്തിനേക്കാളും അധികം ഞാൻ അങ്ങയെ സ്നേഹിച്ച് അങ്ങേ പിന്തുടരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് എത്ര പേർക്ക് പ്രാണപ്രിയനോട് പറയാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും ചില മിനിറ്റുകൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്റെ മുമ്പിൽ തന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു സമർപ്പണത്തോടെ നമുക്ക് പ്രാണപ്രിയന്റെ കരുത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പനോട് ഹൃദയം തുറന്നൊന്ന് പറഞ്ഞേ. ആവശ്യമില്ലാത്ത എത്രയോ കാര്യത്തിന് കരഞ്ഞു കൂട്ടാറുണ്ട്, മണിക്കൂറുകൾ കരയത്തില്ലേ? ക്രൂശിന്റെ അപ്പൻ തൂങ്ങി ആടുന്നെന്ന് പറഞ്ഞപ്പോൾ ആ വേദനയൊന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നില്ലാത്ത വിധത്തിൽ എത്ര പേര് പകൽ ഇവിടെ നിൽപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഹൃദയം എന്റെ പ്രാണപ്രിയനോടുള്ള നന്ദിയാൽ നിറയുകയാ. എനിക്ക് വേണ്ടി മരിച്ച അപ്പൻ എന്റെ മുമ്പിൽ നിൽക്കുകയാ. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൂങ്ങിയാടുന്ന എന്റെ പ്രാണപ്രിയൻ എന്റെ മുമ്പിൽ നിൽക്കുകയാ. കഴിഞ്ഞ കാലങ്ങളെ ഗണ്യമാക്കാതെ ഇതുവരെ സംരക്ഷിച്ച നാഥന്റെ കരുതലിനെ ഓർത്തുകൊണ്ട് കാണുന്ന ദൈവത്തെ എനിക്ക് വേണമെന്ന് പറയാൻ തന്നെയാണുള്ളവർ. ഒരുങ്ങിപ്പോയ മറിയ യേശുവിനെ കണ്ടു. നിന്ദിതയായ ഹാഗാറിനെ എന്റെ ദൈവത്തിന്റെ ദൂതൻ കണ്ടു. ഹൃദയം നിറച്ച് സങ്കടം ഏറ്റുവാങ്ങി ഒരു കണ്ണിന് ദയ തോന്നാത്തവളെ പോലെ മാറിയിരുന്ന് കരഞ്ഞ ലേയുടെ സങ്കടം എന്റെ ദൈവം കണ്ടു.
ഇതൊക്കെ കർത്താവ് കണ്ടത് നമ്മുടെ ഒരുക്കം കൊണ്ടാ. ഏറ്റവും ഒടുവിൽ പ്രിയമുള്ളവരെ, തന്റെ ശരീരം മുഴുവനും മുറിവ് കൊണ്ട് തല മുതൽ കാല് വരെ ആളല്ല എന്ന് തോന്നുമാറും വിരൂപനായിട്ടും, എന്നാൽ എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് ഇവരെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. അപ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ ദൈവം കണ്ടു. എന്തുകൊണ്ടാ യോഹന്നാനെ കണ്ടതെന്നറിയാമോ? യേശുവിന്റെ മാറിൽ ചാരിക്കടന്ന് ആ ഹൃദയത്തിന്റെ സ്പന്ദനം നന്നായി അറിയാവുന്നവനായതുകൊണ്ട് അവന് തന്റെ മാതാവ് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ അപ്പൻ കണ്ടു. എത്ര പേർക്ക് യേശുവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയാം? എത്ര പേർക്ക് യേശുവിന്റെ ഹൃദയത്തിന്റെ ചൂടറിയാം? എത്ര പേർക്ക് യേശുവിന്റെ മാറിന്റെ ആ സൗരഭ്യം അറിയാം? എപ്പോഴെങ്കിലും യേശുവിനെ കാണുവാൻ, അവന്റെ മാറോട് ചേർന്ന് നടക്കുവാൻ, അവന്റെ കാല് കെട്ടിപ്പിടിച്ച് കിടക്കുവാൻ ഇന്നൊരു പുത്തൻ തീരുമാനത്തോട് വേണം ഇതിനകത്ത് നിന്ന് മടങ്ങിപ്പോകാൻ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിറകണ്ണുകളോടെ എന്റെ ദൈവമായിട്ടൊരു അഭേദ്യമായ കമ്മിറ്റ്മെന്റിന് തയ്യാറാവണം. നിറകണ്ണുകളോടെ സമർപ്പണത്തോടെ കർത്താവിന്റെ കരുത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല കർത്താവേ, ഈ വർഷത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തു വന്നു. എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഹോളിനകത്തിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും ഞാൻ എന്റെ അപ്പയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. എന്റെ അപ്പ 2024 2025 കർത്താവേ, ഒരു കർത്താവേ ബലം ക്ഷയിച്ച പടയാളിയെ പോലെയല്ല, ഈ യുദ്ധക്കളത്തിൽ ധീര പടയാളികളെ പോലെ പിൻനിരയിലല്ല മുൻനിരയിൽ നിന്ന് പോരാടുവാൻ നിന്റെ മക്കളെ സ്വർഗം കരങ്ങളിൽ എടുക്കണമേ. അങ്ങയുടെ ആത്മാവിനെ ഇരട്ടിപ്പകരണമേ, പകരണമേ. തിരുനാമത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി മുതൽക്കൂട്ടാകുവാൻ മുഴുവൻ പേരെ ഞാൻ അനുഗ്രഹിച്ച ക്രൂശിന്റെ ചുവട്ടിൽ എന്ന നാഥന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഐശ്വര്യമായ ഒരു നടത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഒരു കർത്തൃദാസി എന്ന നിലയിൽ നിന്റെ മക്കളെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ദിവസം ഇരുന്നാട്ട് എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടും ഈ സെൻട്രലിലെ ഭാരം ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേക കൈപ്പെട്ടൂരെ കർത്താവിൻ്റെ ദാസന, ഇവിടുത്തെ സെൻട്രലിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസന, പ്രിയ ബോർഡ് മെമ്പറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിക്ക്, ഈ സെൻട്രലിൻ്റെ സഹോദരിമാരുടെ നടുവിൽ അല്ലെ ചുണക്കുട്ടികളെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന സഹോദരിമാരോടുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം കാണാതെ പറഞ്ഞ അമ്മച്ചിയെ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. സ്വർഗം സമർത്ഥമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പ വന്നില്ലെങ്കിൽ ഇനിയും, അപ്പ വന്നാൽ നിത്യതയും വെച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു. വളരെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന അറിയിക്കാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചു. ഇത് നമുക്ക് ലഭിച്ച ധന്യമായ മുഹൂർത്തമാണെന്ന് വിശ്വസിക്കുന്നത് മാത്രം കർത്താവ് തൻ്റെ ദാസിയെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അനുഭവങ്ങളിലൂടെ, തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായത് ജോസഫിനെ സിംഹാസനമൊരുക്കാൻ ദൈവം അതിനെ പുറകിൽ ചെയ്ത മുഖാന്തരങ്ങൾ പോലെ കർത്താവ് തന്റെ ദാസിയെ മാനിക്കുന്നു, ദൈവം ഉപയോഗിക്കുന്നു. സഭകൾക്കും സമൂഹത്തിനും വളരെ അനുഗ്രഹമായിരിക്കാൻ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ അതിൻ്റെതായ നിലയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. യേശു എന്നെ കണ്ടു, അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ചലിക്കണം. യേശു എന്നെ കണ്ടു. ഞാൻ യേശുവിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ, ശിഷ്യന്മാർക്ക് കാണാൻ കഴിയാതിരുന്നപ്പോൾ യേശുവിനെ ഞാൻ കണ്ടു. മറിയം നമ്മുടെ നാടുകളുണ്ടായിരുന്നെങ്കിൽ വലിയ പ്രാഗൽഭ്യത്തോടെ പറയുമായിരുന്നു, എൻ്റെ അരുമനാഥനെ ഞാൻ കണ്ടു. ഒരു മനസ്സിലെ, നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് ഒരു കോറിയിടത്തക്ക നിലയിൽ
ഈ വാക്കുകൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. യേശു എന്നെ കണ്ടു, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു. കർത്താവ് എല്ലാ വിധത്തിലും നമ്മെ സഹായിക്കട്ടെ. സമയം മുന്നോട്ട് പോകുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല മെസ്സേജിനെ ഓർത്ത് ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.